അപ്പൊ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൽ അടിയുറച്ച് നിൽക്കൽ ഏതൊരു സത്യവിശ്വാസിനിക്കും അനിവാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ فطرة الله الذي فطر الناس عليها لا تبديل لخلق الله لا تبديل لخلق الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ നബിയേ, നബിയേ, ആദരവായ പ്രവാചകരോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ. നബിയേ, നബിയേ, ഈ പരിശുദ്ധമായ ദീനിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണേ. റസൂലേ, റസൂലേ, ഈ ദീൻ വിട്ടുകൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് പോകരുതേ ഹബീബേ. ആരെല്ലാം ഏതെല്ലാം നിലക്കുള്ളതാകുന്ന നിനക്ക് ആർഭാടങ്ങൾ കൊണ്ട് നൽകിയാലും, വീട് ഞങ്ങൾ വെച്ച് നൽകാമെന്ന് നിന്നോട് പറഞ്ഞാലും, നിനക്ക് ഏതെല്ലാം ഭൗതികമാകുന്ന സുഖ ആസ്വാദനങ്ങൾ വെച്ച് നീട്ടിയാലും ഈ ദീനിനെ കൈമോശം വരുത്തരുതേ. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ. ദീൻ പണയപ്പെടുത്താൻ പാടില്ല. ദീൻ വിട്ടുള്ള ഒളുക്കാരില്ല. ദീനില്ലയോ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു സദസ്സിൽ പോകുന്നു, ആ സദസ്സിൽ ദീനിയായ ചിട്ടവട്ടങ്ങളല്ല നടക്കുന്നത്, ഹറാമാണ്, പരിശുദ്ധമായ ദീനിനെതിരാണ് നടക്കുന്നത് എന്ന് നമ്മുടെ കൺമുന്നിൽ വ്യക്തമായാൽ നമ്മൾ അവിടുന്ന് മാറണം. അത് നമ്മുടെ ഇളയപ്പാടെ കല്യാണമല്ലേ, കൊച്ചാപ്പാടെ മോന്റെ കല്യാണമല്ലേ എന്ന് കരുതി ആഹത്തായിട്ട് ബിരിയാണിയും കുഴിമന്തി അടിക്കാൻ പിന്നെ നീ അവിടെ നിൽക്കരുത്. ഹറാമ് കണ്ടാൽ നീ അവിടുന്ന് ഒഴിവാകണം. എത്ര വലിയ ബന്ധമുണ്ടെങ്കിലും ശരി. അവരോട് പറയുകയും വേണം, ഞാൻ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് തൽക്കാലം വയറ് നിറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലും ഉണ്ട്, ഇൻഷാ അല്ലാഹ് പോകുന്ന വഴിക്ക് മാഞ്ഞാലി ബിരിയാണി അടിച്ചോളാം, ഇവിടെ നടിക്കുന്നില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പൊ എന്ത് ഹറാമ് കണ്ടാലും അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നമ്മൾ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിക്കണം. അതിലാ കാര്യമുണ്ട്, അതിലെ ഖൈറുള്ളൂ, അതിലൊരു ബറക്കത്തുണ്ടാകും, അതിലൊരു ഐശ്വര്യം ഉണ്ടാകും. ഇന്ന് ഒരു കല്യാണത്തിനും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ആലിമിനും പോകാൻ പറ്റൂല, മുതഅല്ലിമിനും പോകാൻ പറ്റൂല, സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റൂല. അത്തരത്തിലുള്ള കൂത്തരങ്ങുകൾ, ഹറാമ് നിറച്ച വിവാഹത്തിൻ്റെതാകുന്ന കേന്ദ്രങ്ങളായി മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാരുടെ വിവാഹങ്ങളൊക്കെ ആഭാസങ്ങൾ നിറഞ്ഞതായി മാറിയിരിക്കുകയാണ്. ശരിയല്ലേ? ശരി തന്നെ. എത്രയോ ആഭാസമാണ്. നിക്കാഹൊക്കെ വളരെ റാഹത്തായി നടത്തും. ഖതീബ് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ നടക്കുന്നത് കോലാഹലങ്ങളാണ്. പാട്ടും അത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങളും ഡാൻസുകളുമായിട്ട് പുതിയാപ്പിളയും പുതിയവണ്ണം കാണിച്ചു കൂട്ടുന്നതാകുന്ന തോന്നിവാസങ്ങൾക്ക് അതിരില്ല. ഒരു കാലഘട്ടത്തിൽ പുതിയാപ്പിളയും പുതിയവണ്ണും ഇറങ്ങൂല, അവര് മാറി നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ കണ്ട് ഇവര് ഇത്തിക്കാഫിന് നിയത്ത് വെച്ച് ഇരിക്കലായിരുന്നു പതിവ്. ഇപ്പൊ ഇവരുടെ ഇത്തിക്കാഫില്ല, ഇവരാണ് അവ്വൽ വക്കത്തിൽ ഇറങ്ങുന്നത്. ആദ്യം ഇവരാ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്. ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാ തുണിയുണ്ടോ മേത്ത്? തുണിയും ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ. എവിടെയാ ദീന്? എവിടെയാണ് നമ്മുടെ കൈവശം ദീന്? ദീൻ കൈമോശം വന്നുപോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് രസിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ ആര്? 10-15 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ദീനിയായ മനുഷ്യനാണ്. 10 പേരെ കിട്ടിയാൽ, ഉസ്താദുമാരെ കിട്ടിയാൽ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് നീട്ടി ആയത്ത് ഹദീസ് ഓതിയിട്ട് അവർക്ക് വാദ് പറഞ്ഞു കൊടുക്കുന്ന ആര്യാരാ? തൊപ്പിയൊക്കെ വെച്ചിട്ട് റാഹത്തായിട്ട് അവ്വൽ സഫിലിരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുക ആര്യാര്. ഇതൊക്കെയാണ് ഹജ്ജ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിത് പറയുന്നത് ശരിയാണോ അല്ലയോ? ശരിയല്ലേ? നിങ്ങൾ പറയും ക്യാമറ ഇവരുടെ മുഖത്തോട്ടും കൂടെ തിരിക്കണം. ഞാൻ മാത്രമല്ല, ഇവര് സമ്മതിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഇതല്ലേ അവസ്ഥ? നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ഇതല്ലേ? പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ,
കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണ്, കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. യാതൊരുവിധ മടിയുമില്ലാതെ കൂസലില്ലാതെ ആലിമീങ്ങൾക്ക് മുന്നിലൂടെ അന്യരാകുന്ന പരസ്ത്രീകൾ നടക്കുന്ന കാലഘട്ടമല്ലയോ? ഹറാമിൻ്റെതാകുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിപ്പെട്ടില്ലയോ? ആരാണ് പ്രതിക്കൂട്ട് നിൽക്കുന്നത്? മുസ്ലിമേ, ഏത് കല്യാണ സദസ്സുകളിലാണ്, ഏത് സദസ്സിലാണ് പരിശുദ്ധരാകുന്ന ദീനനുസരിച്ചുകൊണ്ടുള്ള ദീനീ ചിട്ടയിൽ നടക്കുന്നതായ മജ്‌ലിസുകൾ എവിടെയാണ്? എല്ലാം ഹറാമിന്റെ കൂത്തരങ്ങുകളായി മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ ദീനുള്ളതാകുന്ന അപ്പോസ്തലന്മാരായി ജനങ്ങൾക്കിടയിൽ വിരാജിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പോലും അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട പ്രവണതകൾ കണ്ടുവരുകയല്ലയോ? ദീന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയല്ലയോ? അറിവില്ലാത്ത സാഹചര്യം കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ, ലോകാവസാനം കടന്നു വരുമ്പോ, ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് അറിവ് ലോകത്ത് എന്ന പരിപൂർണമായി ഇല്ലാതാവുകയാണ്. വിവരക്കേട് അധികരിക്കുമേ, ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ കൂടി വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ സമുദായത്തിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയിട്ടല്ലേ പ്രിയപ്പെട്ട മുസ്ലിമേ? എവിടെ നോക്കിയാലും ദീനിൻ്റെതാകുന്ന ചിഹ്നങ്ങളുണ്ട്, പക്ഷേ ദീനിന്റെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ വട്ടപൂജ്യമാണ്. അത് വിജ്ഞാനത്തിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണെങ്കിലും, അത് വാളിന്റെ മജ്‌ലിസിലാണെങ്കിലും, അത് വിവാഹത്തിന്റെ മജ്‌ലിസിലാണെങ്കിലും, അറിവ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രവണതകൾ ഈ സമൂഹത്തിൽ കടന്നു വരികയല്ലോ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണു പോകുകയല്ലേ? ഹറാമായ തലത്തിലേക്ക് കൈകൾ സഞ്ചരിക്കുകയല്ലയോ? എവിടെ നോക്കിയാലും അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനങ്ങളല്ലേ? മോശപ്പെട്ട വസ്ത്രവിധാനമല്ലേ? അല്ലാഹുവിന്റെ റസൂലും അംഗീകരിക്കാത്ത നിലയ്ക്കുള്ള വാദ്യമേളങ്ങൾ ഉപയോഗിച്ച് സിനിമാ പാട്ടുകൾ പാടി സിനിമാ നടീനടന്മാരെ കൊണ്ടുവന്ന് ആഭാസത്തിന്റെ തുള്ളൽ നടത്തുകയല്ലയോ? നഊദു ബില്ലാഹ്. ഹറാമായ മേഖലകളിലേക്ക് ഈ സമുദായം മുന്നിട്ടിറങ്ങിയിരിക്കാൻ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? അവസാന കാലഘട്ടം എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുർഫഉൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും. അറിവുണ്ടാവൂല ആരിലും. വയൽഹറൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കും. എല്ലാവർക്കും വിവരക്കേടാണ്, കാണിക്കുന്നതൊക്കെ വിവരക്കേട്. അവസാന കാലഘട്ടം. അപ്പൊ അവസാന കാലഘട്ടം അടുക്കണ്ടേ? ലോകാവസാനം എന്തായാലും ഉണ്ട്. അപ്പൊ അതിന്റെ അടയാളങ്ങളുടെ വക്താക്കളായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ ലോകാവസാനം ഉടനടി ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കേൾക്കുന്നുണ്ടാ? പറയില്ലേ? മഴയുടെ ശബ്ദം പ്രശ്നമില്ലല്ലോ? ഓക്കെയാണ്. അല്ല, മഴയിട്ട് വന്നിരിക്കുക, നീ റാഹത്തായിട്ട് ഉറങ്ങാം, സുഖമായിട്ട് ആയിക്കോട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ സൈഡിലിരിക്കുന്നവർ നനയോ? കുഴപ്പമില്ല. ചെറിയ എറിച്ചിലടിച്ചാൽ കുഴപ്പമില്ല, ഉറക്കം പോയി കിട്ടും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. അപ്പൊ ഇൽമു പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമു ഉയർത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ല നല്ല ആലിമീങ്ങളെ മരിപ്പിക്കുക എന്നാണ്. മനസ്സിലാക്കണം.
قال رسول الله صلى الله عليه وسلم നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യരുടെ ഹൃദയത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവിന്റെ സാഗരങ്ങളെ അല്ലാഹു ഒറ്റയടിക്ക് പിടിച്ചു ഉയർത്തുമെന്നല്ല, ഹൃദയത്തിൽ നിന്ന് മറപ്പിക്കുമെന്നല്ല, മറിച്ചതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ആലിമീങ്ങളാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ മരണമാണ്, ഔലിയാക്കളുടെ മരണമാണ്, മഹത്തുക്കളാകുന്ന ആലിമീങ്ങളുടെ ഉലമാക്കളുടെ മരണമാണ്, അവരുടെ വഫാത്താണ്. അതിലൂടെ സർവർക്കും അല്ലാഹു നൽകിയിരിക്കുന്ന വിജ്ഞാനത്തെ ഉയർത്തിക്കളയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ എത്രയോ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ന ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഇങ്ങനെ അടങ്ങിയിട്ടുള്ളതാകുന്ന സർവ്വ മഹത്തുക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരാകുന്ന മഹത്തുക്കളാകുന്ന മണ്ണാർമല ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ മൗല അടക്കം അല്ലാഹുവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരൊക്കെ ദീനിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്, ധാരാളം അറിവ് സമ്പാദിച്ചവരാണ്. അവരുടെ വഫാത്തിലൂടെ നഷ്ടമാകുന്നത് ഇൽമാണ്, അറിവാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ളതാകുന്ന സമുന്നതരാകുന്ന വ്യക്തിത്വങ്ങൾ, ഞാൻ അവരെ എണ്ണുന്നില്ല, ആലിമീങ്ങളുടെ പേരെണ്ണിയാൽ തീരുകയില്ല. അത്രമാത്രം സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടംപോലെ ആലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരുപാട് സമുന്നതരാകുന്ന ആലിമീങ്ങളെ തന്നെ എണ്ണാൻ സാധിക്കും. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത്തരത്തിലുള്ളതാകുന്ന ഉലമാക്കളെ മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുക. അവരുടെ മരണത്തോടുകൂടി അവർ പഠിച്ചു വെച്ച അറിവ് അസ്തമിക്കുകയാണ്. അത് തീരെയാണ്. ഒരു വലിയ ആലിമ, ആ ആലിമിനോളം എങ്ങനെ വന്നാലും എത്തൂല അവരുടെ ശിഷ്യന്മാർ, ഒരു നിലയ്ക്കും എത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് സ്വഹാബത്തിന് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവൂല. സ്വഹാബത്തിന് കിട്ടിയ അറിവ് ശേഷം വന്ന താബിഈകൾക്ക് അത്ര തന്നെ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. എത്ര വലിയ അടുത്ത ശിഷ്യനായിരുന്നാൽ പോലും പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഓരോ ആലിമീങ്ങൾ മരിക്കുമ്പോൾ മനസ്സിലാക്കണം, അവരിൽ നിക്ഷിപ്തമായ ഒരുപാട് അറിവിന്റെ സാഗരങ്ങൾ അതോടുകൂടി ഇല്ലാതാവുകയാണ്. പുതിയ തലമുറയിലെ ഉലമാക്കൾക്ക് പഴയ തലമുറയിലെ ഉലമാക്കളുടെ അത്ര അറിവുണ്ടാവൂല എന്ന് ഈ ഹദീസ് തന്നെ വ്യക്തമാണ്, സുവ്യക്തമാണ്. അത്രയേറെ ആഴത്തിലുള്ള പഠനങ്ങളും ഉണ്ടാവൂല. അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൽമിനെ ഉയർത്തുക, അവസാന കാലഘട്ടത്തിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഇതാണ്: നല്ല ആലിമീങ്ങളെ മരിപ്പിക്കലാണ്, അവരുടെ വഫാത്താണ് അതിന്റെ അടയാളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നല്ല ആലിമീങ്ങൾ മരിക്കുമ്പോഴോ അവസാനം എന്താകും? ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അറിവില്ലാത്തതാകുന്ന ജനങ്ങളെ തലയിലേറ്റിക്കൊണ്ട് ജനങ്ങൾ നടക്കുമത്രേ. വിവരദോഷികളാകുന്ന ആളുകളെ പണ്ഡിതന്മാരാണെന്ന് കരുതിക്കൊണ്ട് ആളുകൾ തലയിലേറ്റി നടക്കുകയാണ്. വിവരദോഷികളാകുന്ന ആളുകളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും. ഇയാള് നല്ല അറിവുള്ള ആളാന്ന് ധരിച്ച് നടക്കാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ല അറിവുണ്ടോ? ഒരു വിവരമില്ലാത്തതാകുന്ന കിഴങ്ങേശ്വരനാണ് അവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വിവരമില്ലാത്ത ആളുകളെയാണ് പിന്നെ ആളുകൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഭയങ്കര സംഭവമായിട്ട് ഇയാൾക്ക് നല്ല അറിവാന്ന് കരുതിയിട്ട് ആളുകൾ കൊണ്ടു നടക്കും. അവരോട് ചില മസലകൾ ആളുകൾ ചോദിക്കും. അവരുടെ മുരീദായിട്ട് നിന്നിട്ട് ആളുകൾ മസലകൾ ചോദിക്കുമ്പോ വിവരക്കേട് കൊണ്ട് അവർ ഫത്വ കൊടുക്കും.
അറിവില്ല, അവന് വിവരമില്ലല്ലോ. അപ്പൊ കൊടുക്കുന്ന ഫത്വ ഒക്കെ വിവരക്കേടാണ്, അറിവില്ലായ്മ കൊണ്ട് ഫത്വ കൊടുക്കാൻ. അതുകൊണ്ടുണ്ടാകുന്ന നാശം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫളല്ലു വഅളല്ലു, അവരും പിഴയ്ക്കുന്നു, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ആ ഫത്വയിലൂടെ, അറിവില്ലാത്തതാകുന്ന മറുപടിയിലൂടെ ഉണ്ടാകുന്നത് വലിയൊരു സമുദായത്തെ, സമൂഹത്തെ ഉന്മൂലനം ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ശൈഖിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അയാൾ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, ഇബാദത്തുള്ള വ്യക്തിയാണ്, അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. 5 വഖത്ത് നിസ്കരിക്കുന്നവനായിരിക്കണം, ഒരു റവാത്തിബ് സുന്നത്ത് പോലും കളയാത്തവനായിരിക്കണം. അങ്ങനത്തെവനെ എന്താക്കാവുള്ളൂ? ശൈഖ് എന്ന് പറഞ്ഞ് നടക്കാവുള്ളൂ. അല്ലാതെ കാണുന്നതൊക്കെ ഞാൻ ശൈഖാണ് വരൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവനെ ഒന്നും പുറകെ നമ്മൾ ഓകണം പാടില്ല. മനസ്സിലാക്കണം. رب ربنا ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء لا إله إلا الله. റുബ്ബ റബ്ബിൻ, എത്രയെത്ര തർബിയത്തിന്റെ വാഹകരാണ്. റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ്. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പാകുന്ന സർവരക്ഷിതാവിനെ വേണ്ട രീതിക്ക് അറിയാത്തതാകുന്ന തർബിയത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞടക്കുന്ന എത്രയെത്രതാകുന്ന മശായിഖന്മാരുണ്ട്. റുബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ, എത്രയെത്ര തർബിയത്തിന്റെ വാഹകരുണ്ട്, അവന്റെ സ്വന്തം റബ്ബാകുന്ന അല്ലാഹുവിനെ പോലും അവൻ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ വലിയ വലിയ ശൈഖായി ചമഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹയെ കുറിച്ച് വേണ്ട അറിവ് പോലും അവനില്ല. റബീബഹു ലാകിൻ അളല്ലൽ ഖൗമ ബിൽ ആറാഇ. ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തെ വഴിപിഴപ്പിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളാണ് അക്കൂട്ടർ എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാ, മസലകൾ പറയാ, ആളുകളെ ദീനിൽ നിന്ന് പരിപൂർണമായി വഴിപിഴപ്പിച്ചു വിടുക, അങ്ങനത്തെ ആളുകൾ സമൂഹത്തിലുണ്ട്, മനസ്സിലാക്കണം കേട്ടോ എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഒരാള് നമ്മുടെ മഹല്ലിലെ ഉസ്താദ് അല്ലെങ്കിൽ മഹല്ലിലെ മുദരിസ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം അയാൾ തിരഞ്ഞെടുക്കുമ്പോ അയാളിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കണം. 5 വഖത്ത് നിസ്കരിക്കുന്നവനാണോ, അതിന്റെ റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നവനാണോ? നിസ്കാരം ഇല്ലാത്ത ഒറ്റൊരുത്തനെയും ആരും പിടിക്കുകയെ ചെയ്യരുത്. ചില തരീഖത്തിന്റെ ആളുകൾ പറയും, നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഒരു വിക്ർ 5 നേരം തരും, അത് ചെല്ലിയാ മതി. കള്ള ഹേവാനാണ് അവൻ, അവന്റെ പുറകെ പോകുകയും ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചില ആളുകൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എത്രയോ ആളുകൾ, നമ്മുടെ ജില്ലയിലുള്ളവർ, പരിസര ജില്ലകളുള്ളവർ, എത്രയോ പാവപ്പെട്ടതാകുന്ന ഉലമാക്കൾ വരെ അത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് സേവ ചെയ്യുന്നവരുണ്ട്, അടിമപ്പണി എടുക്കുന്നവരുണ്ട്. വ്യാജ തരീക്കത്തുകളെയും കള്ളത്തരീക്കത്തുകളെയും മനസ്സിലാക്കി കൊടുത്ത സമുന്നതരാകുന്ന ഉലമാക്കളെ പോലും ചീത്ത വിളിച്ചിട്ട് അന്നുള്ളതാകുന്ന അന്നം എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇത്തരക്കാരുടെ പിന്നിൽ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നതായ മുസ്ലിം സമുദായത്തിലെ എത്രയോ ഉലമാക്കളുണ്ട്. അവരുടെ വാക്ക് കേട്ടുകൊണ്ട് പെട്ടുപോയി എത്രയോ പാവപ്പെട്ട സഹോദര സഹോദരിമാർ, എത്രയോ സമ്പത്താണ് ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ആഖിറം പണയപ്പെടുത്താൻ പാടില്ല, സൂക്ഷിച്ചു മുന്നേറണം. കാരണം ഇത് അവസാന കാലഘട്ടത്തിന്റെ സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് വ്യക്തമായി സമുദായത്തെ ഉത്ബുദ്ധനം ചെയ്തതാണ്. നിങ്ങളെ കൃത്യമായും അടയാളപ്പെടുത്തണം. ഇൽമു ഉയർത്തപ്പെടുന്നത് ആലിമീങ്ങളുടെ മരണത്തോടു കൂടിയാണ്. അവർ മരിച്ചാൽ വിവരക്കേടിന്റെ വിവരദോഷികളാകുന്ന ആളുകൾ കടന്നു വരും. അവരെ പിൻപറ്റാൻ പാടില്ല. അവരെ പിൻപറ്റിയാൽ നിങ്ങളുടെ ദുനിയാ
ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും, വഴിപിഴച്ചു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് പിഴച്ചു പോകരുത്. നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ അത് കാതലാണ്. നമ്മൾ നിലകൊള്ളുന്ന ഇസ്ലാം ഏറ്റവും സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് നീ പോകരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തിരുസുന്നത്തുകളെ പരിപൂർണമായി മുറുകെ പിടിക്കാൻ ഒന്നുപോലും കളയരുത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വിളിക്കുകയാണ്, ലോകരെ പഠിപ്പിക്കുകയാണ്. നബിയേ, തങ്ങളെ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തോട്, സമൂഹത്തോട്, മുസ്ലിം അംഗമാരോട്, സഹോദര സഹോദരിമാരോട് പറയണേ, വിശ്വാസികളോട് പറയണേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ പിന്നിലൂടെ അണിനിരക്കുന്നവരാണോ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പരിപൂർണമായി പിൻപറ്റണേ, യുഹിബ്ബുകും അല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ പ്രവാചകനെ ഇഷ്ടം വെക്കുന്നവരാകണം. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവർ ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെക്കുന്നവരാകണേ. ആ പ്രവാചകന്റെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരാകണേ. ആ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ അനുവാദം ചെയ്യുന്ന, പരിപൂർണമായി അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടണേ. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഇഷ്ടമാണോ നിനക്ക് വേണ്ടത്? പടച്ച റബ്ബിന്റെ പൊരുത്തമാണോ സഹോദരാ നിനക്ക് വേണ്ടത്? പെങ്ങളെ, അല്ലാഹുവിന്റെ സംതൃപ്തിയാണോ നിനക്ക് കരഗതമാക്കേണ്ടത്? എന്നാൽ ലോകൈക ഗുരുവാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കണേ. അവിടുത്തെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണേ. അവിടുന്ന് പഠിപ്പിച്ചതാകുന്ന സർവ്വസുന്നത്തുകളും ജീവിതത്തിലേക്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ, അവിടുത്തെ തിരുചര്യകളെ അനുധാവനം ചെയ്താൽ, യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടം വെക്കുമേ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹുവിനെ അന്വേഷിച്ചുകൊണ്ട് ഓടുന്ന ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിയെ പഠിക്കാൻ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, അവിടുത്തോട് ഇഷ്ക് വെക്കാൻ, അവിടുത്തോട് അനുരാഗം വെച്ച് പുലർത്താൻ, അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ തിരുചര്യകളെ അനുധാവനം ചെയ്യുകയും ചെയ്യും. അവിടുന്ന് എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ നിസ്കരിച്ചു, അതേപോലെ നിങ്ങൾ നിസ്കരിക്കാൻ. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ എങ്ങനെ ഹജ്ജ് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഉംറ നിർവഹിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, പ്രവാചകൻ എങ്ങനെയാണ് എഴുന്നേറ്റത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് വുളൂ ചെയ്തത്, തുടങ്ങിയിട്ടുള്ള സർവ്വ കാര്യങ്ങളും പഠിച്ച് അത് അനുധാവനം ചെയ്താൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നിനക്ക് ഉറപ്പാണ്. നിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കുകയും ചെയ്യും. ഇത് പറഞ്ഞതാരാ? അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്തിയതാണ്. നമ്മൾ ഇത് നഷ്ടപ്പെടുത്തിയിട്ട് പ്രവാചകന്റെ സുന്നത്തൊന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞ ഒരു സുന്നത്തും എടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന ചര്യയുമില്ല. അവിടുന്ന് നിർബന്ധമാക്കിയ ഫറളായ നമസ്കാരങ്ങളുമില്ല. എന്നിട്ട് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തും വ്യാജ തൊരീക്കത്തുകളുടെയൊക്കെ പിറകെ ഓടിയാൽ ഈ സമുദായം ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മനസ്സിലാക്കി, പരിശുദ്ധ ഇസ്ലാമാണ് സമ്പൂർണമായ മതം.
ആ മതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന ആദർശത്തിൽ ഈമാൻ സലാമത്താക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വമ്പിച്ച വിജയം. അതുകൊണ്ടാണ് 5 നേരവും നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ എന്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഹിദായത്ത് ചോദിക്കുന്നത്. ഫാത്തിഹ സൂറത്തിലുള്ള ആകെയുള്ള ദുആ ആണ് എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ബാക്കിയൊന്നും ദുആ ഇല്ല. നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതൊന്നും ദുആ ഇല്ല. ആദ്യം ബിസ്മി ചൊല്ലി, പിന്നെ അല്ലാഹുവിനെ സ്തുതിച്ചു, പിന്നെ അവന്റെ വിശേഷണം പറഞ്ഞു. അർ-റഹ്മാനിർ റഹീം, കരുണാമയനും കരുണാവാരിധിയുമാണെന്ന് വിലയിരുത്തി. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്ന് സമ്മതിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നൊക്കെ നമ്മൾ സമ്മതം പറഞ്ഞു. ഒക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് പറയുകയാണ്, വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തതിനു ശേഷം പറയുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അവിടെ മുതലാണ് ദുആ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നീ വഴിവേഴപ്പിച്ചതാകുന്ന കൂട്ടരിലും കോപിച്ചതാകുന്ന അഹ്ലുകാരിലും ഞങ്ങളെ ഉൾപ്പെടുത്തരുത് അല്ലാ. പിന്നെ അങ്ങോട്ട് ദുആ. എന്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കാൻ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ഏതായി നേരായ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചതാകുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കളാകുന്ന ആളുകളില്ലേ, അവരോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിച്ചവരാര്? അത് മറ്റൊരായത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആയത്ത്? വമയ്യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ والصديقين والشهداء والصالحين. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതായ വിഭാഗങ്ങൾ ആരെന്നറിയുമോ? അത് അമ്പിയാക്കളാണ്, അത് സാലിഹീങ്ങളാണ്, അത് ശുഹദാക്കളാണ്, അത് സിദ്ദീഖീങ്ങളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വമൻ യുതിഇല്ലാഹ വറസൂൽ فأولئك أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹു അനുഗ്രഹിച്ചതായ ആളുകളാണ് അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന ശുഹദാക്കൾ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുമുള്ള ശുഹദാക്കളുടെ കൂട്ടത്തിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ, സാലിഹീങ്ങളാകുന്ന സജ്ജനങ്ങളാകുന്ന മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗം. അല്ലാഹു പറയാൻ ഫൗലൈക അൻഅമല്ലാഹു അലൈഹിം, അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. അവരാരാ? മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
അപ്പൊ ആ കൂട്ടത്തിൽ ചേർക്കാനാണ് നമ്മൾ 5 നേരം എന്ത് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടേതാകുന്ന പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അനുഗ്രഹിച്ചവരാരൊക്കെയാ? അമ്പിയാക്കൾ, മഹത്തുക്കളാകുന്ന ശുഹദാക്കൾ, സ്വാലിഹീകളാകുന്ന വ്യക്തിത്വങ്ങൾ, സിദ്ദീഖീങ്ങൾ. ഈ കൂട്ടരിലേക്ക് ചേർക്കണേന്നാ നമ്മൾ 5 നേരം ചോദിക്കുന്നത്. അപ്പൊ ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കാൻ. ഇപ്പൊ ശാഫിഈ മദ്ഹബുകാർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവും. ഒന്ന് കൈറുത്തിക്ക് എത്ര പേരുണ്ട് ഷാഫി മദ്ഹബ്? ഷാഫി മദ്ഹബിലുള്ളവർ ഉണ്ടോ? കൂടുതൽ ആളുകൾ ഷാഫി മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബിലുള്ള ആളുകൾക്ക് ഇമാമും മഅ്മൂമും എന്തോദണം? ഫാത്തിഹ സൂറത്ത് ഓതണം എല്ലാ റക്അത്തിലും. ശരിക്കും ശ്രദ്ധിക്കണേ, ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നതായ മഅ്മൂമീങ്ങളാകുന്ന ഇമാമിനോടൊപ്പം തുടക്കത്തിലെ തുടർന്ന് നിസ്കരിക്കുന്നവർക്കാണ് എന്ത് പറയുക? മഅ്മൂം എന്ന് പറയുക. പിന്തി തുടർന്നവർക്ക് എന്ത് പറയും? മസ്ബൂക്ക് എന്ന് പറയും. ശരിക്കും ശ്രദ്ധിക്കണേ, കുറെ വൈകി തുടർന്നവൻ എന്താ പറയാ? മസ്ബൂക്ക്, പിന്തി തുടർന്നവൻ. ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്നവനാണ് ആദ്യമൂലമുണ്ട്, അവന്റെ പേരെന്താണ്? മഅ്മൂം. അല്ലേ? മഅ്മൂം എന്നാ പറയാ. ഇങ്ങനെയുള്ള വ്യക്തിക്ക് ഇമാമിനും മഅ്മൂമിനും എന്ത് നിർബന്ധമാണ് ഷാഫി മദ്ഹബിൽ? ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ റമദാനിൽ തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിർബന്ധമാണെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്ത്? ഫാത്തിഹ നിർബന്ധമാണ്, സൂറത്തല്ല. ഫാത്തിഹ മസ്റ്റാണ്. ഇമാമിന്റെ ഓത്തൊക്കെ കേട്ട് അങ്ങനെ നിന്ന് അവസാനം ഫാത്തിഹ ഓതാതെ എന്ത് ചെയ്യാൻ പാടില്ല? നീ റുക്കൂഅ് ചെയ്യാൻ പാടില്ല. ഫാത്തിഹ നിന്റെ മേൽ മസ്റ്റാണ്. നീ പിന്തി തുടർന്നവനാണ്, മസ്ബൂക്കാണ്. വന്ന് കൈകെട്ടി ഈയത്ത് വെച്ച് കൈ അങ്ങോട്ട് കെട്ടിയപ്പോ ഇമാം എങ്ങോട്ട് പോയി? സൂറത്ത് ഓതിയിട്ട് വേഗം റുക്കൂയിലേക്ക് പോയി. എന്നാൽ നീ എന്ത് ചെയ്താൽ മതി? വേഗം അനക്കമടങ്ങിക്കൊണ്ട് തന്നെ റുക്കൂയിലേക്ക് വന്ന് അനക്കമടങ്ങി റുക്കൂയിലെത്തിയതിനു ശേഷം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം നിനക്ക് പറയാൻ, കറക്റ്റായിട്ട് അനക്കമടങ്ങി പറയാൻ പറ്റിയാൽ ആ റക്അത്ത് നിനക്ക് കിട്ടി. ഇതാണ് മദ്ഹബിന്റെ വീക്ഷണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ആ റക്അത്ത് നമുക്ക് കിട്ടണം. ആ റക്അത്ത് കിട്ടുക ഇങ്ങനെയാണ് കിട്ടുക. നേരെ വന്ന് നമ്മൾ കൈകെട്ടി നിയ്യത്ത് വെച്ച് കൈകെട്ടി റുക്കൂയിലേക്ക് വന്നു. റുക്കൂയിലേക്ക് വരുന്നതിന് മുമ്പ് ഇമാം എങ്ങോട്ട് എഴുന്നേറ്റു? സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ പോയി. ചിലരെന്ത് ചെയ്യൂല? മടി കൊണ്ട് പതുക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോകുന്ന വഴിക്കാൻ സുബ്ഹാന റബ്ബിയൽ, പിന്നെ ആ റക്അത്ത് അവൻ എഴുന്നേക്കൂല. അവന്റെ നിസ്കാരം ബാത്തിലാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണം എന്താ? 4 റക്അത്തുള്ള നിസ്കാരം നീ 3 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ. ചിലമാർ ഉടായിപ്പെടുക്കും. എന്ത്? ഇമാമ റുക്കൂയിലേക്ക് അങ്ങ് പോയിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോഴേ ഇവൻ വന്നേക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിന് റമദാനിൽ പങ്കെടുക്കാൻ ആദ്യത്തെ റക്അത്തിൽ എങ്ങനെ സംഭവിച്ചു? സലാം വീട്ടിയ ഉടനെ വെളിയിൽ നല്ല പൊറോട്ടയും ബീഫും വിതരണം ചെയ്യും. അവന്റെ നിയ്യത്ത് അതാണ്. അത് കഴിഞ്ഞാൽ അത് പോകും. ഒരു റക്അത്ത് കൂടെ നിസ്കരിച്ചിട്ട് വരുമ്പോൾ വില്ലന്മാര് വേഗം പോയിട്ട് അത് കൈക്കലാക്കും. അതിന് മുമ്പ് എന്ത് ചെയ്യണം? 2 പൊറോട്ടയും ബീഫ് ചാറും കിട്ടണം. ഏറ്റവും വലിയ നിയ്യത്തായിട്ട് ഇത് കളഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. എങ്ങനെ വരണം? ഇമാമിനോടൊപ്പം റുക്കൂയിൽ തന്നെ അനക്കമടക്കം, അത് പരിപൂർണമായ അനക്കമടങ്ങി നിന്നുകൊണ്ട് എന്ത് പറയാൻ സാധിക്കണം? ഒരു വട്ടമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് പറയാൻ പറ്റണം. അപ്പോഴേ അത് പറഞ്ഞതിന് ശേഷമാണ് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ പറയുന്നതെങ്കിൽ നിന്റെ ആ റക്അത്ത് ഓക്കേ. അല്ലാഹു ഇനി എല്ലാം തിരിച്ചു നിസ്കരിക്കണമല്ലോ ഉസ്താദ്. ഏകദേശം കാര്യം തീരുമാനം. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച മസലകളാണ്. പണ്ടുള്ള വായതുകളിലൊക്കെ ഇതൊക്കെ ഈ മസലകൾ കൂടി കയറി വരും. ഇന്ന് ഈ മസലകളൊന്നും ചർച്ച ചെയ്യാതെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ സദസ്സിൽ വന്നിട്ട് പിന്തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് ജീവിതത്തിൽ കിട്ടണം. അതിനാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാർ ശ്രദ്ധിച്ചോ? അപ്പൊ എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് ഇമാമും മഅ്മൂമും ഓതണം. ഇപ്പൊ ഈ പിന്തി തുടർന്നവന്റെ പേരെന്താ? മസ്ബൂക്ക്. അവന് ഫാത്തിഹ ഓതണോ? വേണ്ട. അവൻ വന്ന് വേഗം നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഇമാം റുക്കൂയിലേക്ക് പോയതാണ്. അവൻ വേഗം തന്നെ എന്ത് ചെയ്താൽ മതി? റുക്കൂയ് ചെയ്താൽ മതി. അപ്പൊ അവന്റെ ഫാത്തിഹയോ അവന്റെ ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹയിലൂടെ പരിഗണിക്കപ്പെടും. അത് അവനുള്ള ഒരു റുഖ്സയാണ്, ഇളവ് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എപ്പോഴും പിന്തിച്ചെല്ലാൻ കരുതരുത്. മസ്ബൂക്കായ മനുഷ്യൻ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം യോജിച്ചു വരുന്നവന് വലിയ പ്രതിഫലമാണ്. അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. കാമത്ത് കൊടുത്തു, അപ്പൊ നമ്മുടെ സഫിലുണ്ടാകണം. ഇമാമിന്റെ വലത് ഭാഗത്ത് മുഅദ്ദിനോടൊപ്പം തന്നെ ചേർന്ന് അവ്വല് സഫിൽ നിൽക്കലാണ് ഏറ്റവും പുണ്യം. ചിലരിങ്ങനെ ബാക്കി നട്ട് പുറകിലോട്ട് തള്ളിവിടുന്നത് അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. കാരണം കൂലി വേറൊരുത്തും കൊണ്ടുപോവാൻ. ഫ്രണ്ടിൽ നിന്ന് എങ്ങാനും വല്ല പൊതി വിതരണം ചെയ്യുകയാണെങ്കിൽ ഇവൻ അങ്ങോട്ട് തള്ളിവിടുവോ?
അവനെ പിടിച്ച് ഇങ്ങോട്ട് വെക്കും. ഞാൻ ആ ഫ്രണ്ട് ഇന്നേന്ന് പറയും. ഇത് പൊതിയൊന്നും ഇല്ലല്ലോ, കൂലിയല്ലേ ഉള്ളൂ. കൂലിക്ക് വലിയ താല്പര്യമില്ല. കൂലി നാളെയല്ലേ കിട്ടും. അപ്പൊ നീ കയറി എന്നോളാൻ പറ. കാരണം എന്താ കയറാത്തതിന്റെ കാര്യം എന്താ? ഫാനിന്റെ ലീഫ് വല്ല തലയുടെ മേളിൽ അയക്കുന്നത്. കറക്റ്റ് കാറ്റ് ഇവിടെ കിട്ടും. അങ്ങോട്ട് കയറിയുന്ന ചൂടെടുക്കും. അതുകൊണ്ട് ഇവൻ നേരത്തെ ഔലിൽ വന്ന് ഫാനിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുക. കയറിക്കോളെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന സംഭവങ്ങളായി പറയുന്നത്. സാധാരണ രീതി നമ്മൾ കാണുന്ന സംഭവങ്ങളാണ്. നേരത്തെ വന്ന് ഏതെങ്കിലും ഫാൻ്റെ ലീഫുള്ള സ്ഥലത്ത് വന്ന് അവിടെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. AC ആണെങ്കിൽ പിന്നെ ഓക്കെ, ആഹത്ത് എവിടെ നിന്നാലും ഒരേപോലെ അടിക്കുമെന്നുള്ളതുകൊണ്ട് കയറി നിൽക്കാൻ തയ്യാറാണ്. കൂലി നഷ്ടപ്പെട്ടു പോവാൻ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ സഫിന്നതാകുന്ന മഹത്വം ഈ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തഖമോ, അവരതിനു വേണ്ടി നറുക്കെടുപ്പ് നടക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലൗ യഅലമിൻ നാസു മാ ഫിസ്സഫിൽ അവ്വലി ഇല്ലാ അൻ യസ്തഖമു ലസ്തഖമു. ഒന്നാമത്തെ സഫിന്നതാകുന്ന മഹത്വം ഈ സമുദായം അറിയുകയും അത് നറുക്കെടുപ്പിലൂടെയല്ലാതെ അത് കിട്ടുകയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ ആ നറുക്കെടുപ്പിന് വേണ്ടി മത്സരിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര കൂലിയ ഒന്നാമത്തെ സഫ്. കളയരുത്, വേറെ ഒരുത്തനെ കിട്ടാൻ കൊടുക്കരുത്. നമ്മൾ പരമാവധി മുതലാക്കണം എന്നർത്ഥം. അവിടെയൊക്കെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഇത്തരത്തിലുള്ള ദീനിന്റെ വിഷയത്തിൽ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്തിത്തുടർന്നവന്റെ ഫാത്തിഹ പ്രശ്നമല്ല, അത് ആര് വഹിച്ചുകൊള്ളും. ശ്രദ്ധിക്കണേ, ആര് വഹിക്കും? ഇമാമ് വഹിക്കും. ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്ന മഅ്മൂമ് എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് മസ്റ്റാണ്, ഓതിയേ പറ്റുള്ളൂ. ഓതിയില്ലെങ്കിലോ സാറേ, ഞങ്ങൾ തറാവീനൊന്നും ഓതിയില്ലായിരുന്നു. അത് തീരുമാനമായി. ആ നിസ്കാരമൊക്കെ പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതപ്പോ പറഞ്ഞു, ഇനിയുള്ളത് ശ്രദ്ധിക്കാനായി പറയും. അപ്പൊ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ശാഫിഈ മദ്ഹബുകാർ എന്തുകൂടി ഓതിയിരിക്കണം? ഫാത്തിഹ മസ്റ്റാണ്. ഫാത്തിഹ മസ്റ്റാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല, അല്ലാഹു കബൂലാക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാത്തിഹ ഓതിയില്ലേ നിസ്കാരം സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ 5 വഖത്താണ് നമുക്കുള്ളത് അല്ലേ? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. 5 വഖത്ത്. എത്ര റക്അത്തുണ്ട് ടോട്ടൽ? 17 റക്അത്ത്. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. എത്രയായി ടോട്ടൽ? എത്രയായി? 17 റക്അത്ത് ഫർളാണ്. ഈ 17 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചില്ലേലും ഒരു മോമിനായ മനുഷ്യൻ ബുദ്ധിയും ബോധമുണ്ടോ? നിസ്കരിച്ചേ പറ്റൂ. എന്ത് നിസ്കരിക്കണം? ഈ ഫർള് നിസ്കരിച്ചിരിക്കണം. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബോ അതെടുത്താൽ നിനക്ക് കൂലി. നിനക്ക് ഈ ഫർളിലുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലാഹു പരിഹരിച്ചു തരും. നിന്റെ ദറജ ഉയരാൻ കാരണമാകും. സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. ഒരുപാട് കാര്യങ്ങൾ ഫളീലത്തുണ്ട് സുന്നത്ത് അധികരിപ്പിച്ചാൽ. അല്ലാഹു അത് മുറുകെ പിടിക്കാൻ തൗഫീഖ് തരട്ടെ. ഫർള് എന്തായാലും നിസ്കരിച്ചിരിക്കണം. അത് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അത് നിസ്കരിക്കാത്തവനെ അടങ്ങാറായിരിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരം ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയും ഗുണമില്ല. അത് മനസ്സിലായിരിക്കും. ഏത് തരീഖത്തിൽ പോയി കടന്നാലും, എത്ര വലിയ ഖുതുബുൽ കിതാബിന്റെ കാൽച്ചുവട്ടിലേക്ക് നീ നിലകൊണ്ടാലും, ഏതെല്ലാം മശായിഖന്മാരെ കൊണ്ട് നീ ആരംഭിച്ചാലും, വല്ലാഹി സുമ്മ വല്ലാഹി നിസ്കാരമില്ലാത്തവന് ആഖിറവില്ല. നിസ്കാരമില്ലാത്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. പൊറോട്ട, ഇറച്ചിയും കുഴിമന്തിയൊക്കെ അടിച്ച് ഹലാസ് ഇവിടം കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. നീ ഉറൂസ് നടത്തി, മറ്റുള്ളതൊക്കെ നടത്തി, നിസ്കരിക്കുന്നില്ല. സുബഹിയില്ല, മഗ്രിബില്ല, ഇശായില്ല. ഒക്കെ ചുമ്മാ ഉറക്കാണ്. ആ സമയത്ത് കിടന്ന് ഉറങ്ങാണ്. യാതൊരു ഫായിദയില്ല, യാതൊരു പ്രയോജനമില്ല. ലക്ഷക്കണക്കിന് രൂപ നീ അതിന് പ്രായച്ചിത്തം കൊടുക്കാൻ നിലകൊണ്ടാലും പൈസ കൊണ്ടുപോലും നിനക്ക് വിലക്ക് വാങ്ങാൻ പറ്റൂല. നിസ്കാരത്തിന് തുല്യം നിസ്കാരം മാത്രം. മനസ്സിലായിക്കോ? അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഏത് തരീഖത്തിൽ നിന്നാലും എന്ത് വേണം? നിസ്കാരം 5 വഖത്ത്. മനസ്സിലായിക്കോ? തരീഖത്ത് എങ്ങനെയുള്ളതാകണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ശൈഖ് എങ്ങനെയുള്ളതാകണമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഉണർത്തിയതാണ്. അല്ലാത്തതിനെ പോയി പിടിച്ചിട്ട് അവസാനം എന്റെ എല്ലാം ദുനിയാവും പോയി ആഖിറം പോയി എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായിക്കോ?
ഏതായിരുന്നാലും നിസ്കാരം മസ്റ്റാണ്. ഈ 5 വഖത്ത് നമസ്കാരം 17 റക്അത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരേ ചോദ്യം, അഥവാ ഒരു മുഅ്മിൻ 17 വട്ടം നമ്മൾ പോലും അറിയാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ തിരിക്കണേ അല്ലാഹ്. അറിയാതെ ചോദിക്കുന്ന കാര്യമാണ് എന്ത്? ഹിദായത്ത്. നമ്മൾ പറയൂലേ ഞാൻ ഇന്ന് ദുആ ഒന്നും ചെയ്തിട്ടില്ല, അത് പറയുന്നത് തെറ്റാണ്. കാരണം നീ 5 വഖത്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ നിന്റെ നിസ്കാരത്തിൽ എന്തോതൽ നിർബന്ധമാണ്? ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. അപ്പോൾ ഒരു ദിവസം 17 റക്അത്തിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഫർദ് നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് 17 പ്രാവശ്യമെങ്കിലും എന്ത് ചോദിക്കുന്നുണ്ട്? ഹിദായത്ത് ചോദിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിയാതെ പോകരുത്. എല്ലാ ദിവസവും നമ്മൾ ചോദിക്കാൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കാരണം എന്താ? അത് അത്രമേൽ പ്രധാനമായ കാര്യമാണ്, അത്രമേൽ പ്രധാനമാണ്. അത് തെറ്റിയാ പോയി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ചെറിയ പ്രകാശാണ് എന്ത്? ഹിദായത്ത്. എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോവാം. എത്രയോ ആലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് അവൻ അവസാനം നഷ്ടപ്പെട്ടു പോയി. എത്രയോ പേര് വ്യാജ തെരീക്കത്തുകൾ പെട്ടുപോയിട്ട് അവർ പരിശുദ്ധ പ്രവാചകനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. നിസ്കാരത്തെ അവഗണിച്ചു പോയ ആളുകളുണ്ട്. അവസാനം കുഫ്രിയത്തിലേക്ക് പോവാൻ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ പിള്ളയാണ് എന്ന് പറഞ്ഞ് നടക്കണ്ട. എപ്പോ വേണമെങ്കിലും ഇത് ഇല്ലാതായി പോവാം. ഇതൊരു ചെറിയ പ്രകാശമാണ് എന്ന് എല്ലാ സഹോദര സഹോദരിമാരും മനസ്സിലാക്കി വെക്കിൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ പെട്ടതായിരുന്നു എന്ത്? എന്താ നബിയുടെ ദുആയിൽ പെട്ടത്? നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബി صرف قلبي على دينك يا مصرف القلب صرف قلبي على دينك. ഹൃദയങ്ങളെ തിരിച്ചു കളയുന്നതായ അല്ലാഹ്, എന്റെ ഹൃദയത്തെ പരിശുദ്ധമായ ദീനിലേക്ക് നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. റിവായത്തുകളുണ്ട്. മറ്റൊരു റിവായത്ത്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, ഹൃദയങ്ങളെ തിരിക്കുന്നതായ നാഥ, എന്റെ ദീനിനെ, എന്റെ പരിശുദ്ധമായ ഈമാനിനെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ ഈമാനിനെ നീ വ്യതിചലിപ്പിക്കല്ലേ അല്ലാഹ്. കാരണം ഇതേതൊരു മനുഷ്യനിലും അല്ലാഹു നൽകിയിരിക്കുന്ന ചെറിയ പ്രകാശമാണ്. എന്തെല്ലാം കേൾക്കുന്നവനാണ് മനുഷ്യൻ, ഏതെല്ലാം കാണുന്നവനാണ് മനുഷ്യൻ, ഏതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. അതിനിടയിൽ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകില്ലേ? നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. കാനമിൻ ദുആഇ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിൽ പെട്ടതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റേതാകുന്ന ഹൃദയത്തെ ദീനിലേക്ക് നീ അടിയുറപ്പിച്ചു നിർത്തണേ. ദീൻ വിട്ടുകൊണ്ട് വ്യതിചലിപ്പിക്കല്ല അല്ലാഹ്. ദീനിൽ പരിപൂർണമായി അടിയുറച്ച് നിർത്തി തരണേ അല്ലാഹ്. സംഭവമാണ്. നമ്മളോർക്കും, ഓ ഇതെന്തിനാ, ഇതാരായി ദുആ ചെയ്യുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ആ പ്രവാചകർക്ക് വേണ്ടിയിട്ടാണ് ഈ ദീൻ. ആ പ്രവാചകരോടാണ് അല്ലാഹു പറഞ്ഞത്, അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. നബിയേ, ഈ ദീനിൽ തങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അടിയുറച്ചു നിൽക്കണം കേട്ടോ. ദീൻ വിട്ടു പോകരുത്. ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അഷ്റഫുൽ ഖൽഖാൻ, നമുക്ക് ദൂതരായി വന്ന, നമുക്ക് വെളിച്ചമായി കടന്നു വന്നവർ, നമുക്ക് ദീനിന്റെ വെളിച്ചം കാണിച്ചു തന്നവർ, ആ പ്രവാചകർ ദുആ ചെയ്യാണ്, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ തിരിച്ചു കളയരുത് എന്ന്. അപ്പൊ എത്ര വലിയ വിഷയമാണ് ഇത്. ആരിൽ നിന്നും തെറ്റാ? നമ്മളെ നബിയോട് ചേർത്ത് നോക്കുമ്പോ വല്ലതാണോ? ഒന്നുമല്ല. ആ പ്രവാചകർ ഇട്ടിരുന്ന ചെരിപ്പിന്റേതാകുന്ന കാൽച്ചുവട്ടിൽ പതിഞ്ഞ മണ്ണോളം പോലും നമുക്ക് സ്ഥാനമില്ല. സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എത്ര ദുആ ചെയ്യണം? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിസ്സാര വിഷയമല്ല. എപ്പോ വേണമെങ്കിൽ തെറ്റാ. ഇന്ന് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവൻ 2 ദിവസം കഴിയുമ്പോൾ മാറി നിന്നിട്ട് മറ്റേതെങ്കിലും മതത്തിന്റെ ആശയമായി കടന്നു വന്നേക്കാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന ശംസുലുലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം നമുക്ക് എപ്പോഴും ഈ സദസ്സിലും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ദർസ് നടത്തിയിരുന്നതാകുന്ന സമയത്ത് അവിടെയുള്ളതാകുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നല്ലതുപോലെ പഠിക്കുന്നതാകുന്ന അബ്ദുർ റസാഖ് എന്നൊരു സഹോദരനെ പുറത്താക്കുകയാണ്. സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ സ്ഥാപനത്തിൻ്റെതാകുന്ന അഹ്ലുകാർ, അതിൻ്റെതാകുന്ന വാഹകരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ആ കുട്ടിയെ തിരിച്ചെടുക്കണം. ആ കുട്ടി നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷെ ബഹുമാനപ്പെട്ടതാകുന്ന ശംസുലുലമായി ആ മനുഷ്യന്റെതാകുന്ന ഹൃദയത്തിലേക്ക് നോക്കിയിരിക്കുക. അവന്റെ ഉള്ളു മനസ്സിലാക്കി, ഇവൻ മുനാഫിക്കാണ്, ഇവൻ കാപട്യമുള്ളവനാണ്, ഇവൻ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവനെ പുറത്താക്കിയിരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കമ്മിറ്റിക്കാർ എത്ര പറഞ്ഞിട്ടും ഉസ്താദ് കൂട്ടാക്കിയില്ല, തിരിച്ചെടുത്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? മാസങ്ങൾ തികഞ്ഞില്ല. 2 മാസം കഴിഞ്ഞപ്പോ പട്ടിക്കാട് ജാമിഅ നൂരിയുടെ മുന്നിൽ ഒരു വലിയ ജീപ്പ് കൊണ്ടിട്ടിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. ക്രൈസ്തവ മതത്തിൻ്റെതാകുന്ന ആദർശം വിളമ്പുകയാണ്. ഇസ്ലാം മതം തെറ്റാണ് എന്ന് പ്രസംഗിക്കുന്നവനായി മാറി. കൽബിലേക്ക് നോക്കിയിട്ടാണ് മഹാനായ ശംസുലുലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ പുറത്താക്കിയത്. മനസ്സിലാക്കണം സഹോദരൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അതിനുള്ള കഴിവുണ്ട്. അവർ മറ്റുള്ളവന്റെ ഹൃദയത്തിലുള്ളത് വായിച്ചെടുക്കും. മുഖം നോക്കുമ്പോൾ തന്നെ കൽബ് കാണാൻ സാധിക്കും. കണ്ണാടിയിൽ പതിയുന്നത് പോലെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് ശൈഖവറുകൾ അവരെ പുറത്താക്കി. പക്ഷെ നാട്ടുകാർക്കും അവിടെയുള്ള കമ്മിറ്റിക്കാർക്കും അക്കാലഘട്ടത്തിലുള്ളവർക്ക് ഉള്ളു വായിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറമേനി വെച്ചുകൊണ്ട് നടക്കുന്നവനെ തിരിച്ചെടുക്കണമെന്ന് അവരൊക്കെ വാദിച്ചു. ഇവനുള്ളതാകുന്ന സദസ്സിൽ ഞാനുണ്ടാവില്ല, എങ്കിലും ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് ബഹുമാനപ്പെട്ടവർ വാദിച്ചു. എങ്കിലും ഉസ്താദ് പോകണ്ട, ഇയാൾ തന്നെ മാറട്ടെ. എല്ലാവരും മനസ്സോടുകൂടി അവനെ മാറ്റി നിർത്തി. അവസാനം 1 മാസം കഴിഞ്ഞിട്ടില്ല, അവൻ വണ്ടിയും വിളിച്ച് അവിടെ വന്നിട്ട് അതിന്റെ മുന്നിൽ വന്ന് സുവിശേഷ പ്രസംഗം നടത്താൻ ആദർശ വ്യതിയാനമുണ്ടായി. കാഫിറായി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മനസ്സിലാക്കണം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതിന്റെ വലിപ്പം അതാണ്. 5 വഖത്ത് നിസ്കാരത്തിൽ ഇത് ചോദിക്കുമ്പോ മനസ്സറിഞ്ഞ് ചോദിക്കണം. എന്റെ സഹോദര സഹോദരിമാരോട് ഞാൻ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നിസ്കാരത്തിൽ വെറുതെ അങ്ങനെ ഫാത്തിഹ ഓതി പോയവരാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുമ്പോൾ മനസ്സ് തപിക്കണം. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. തെറ്റിയാ പോയെന്നർത്ഥം. ഇൽമു പഠിക്കാൻ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് നിർത്തിയതാണ്. നമ്മളൊക്കെ അവരെ കണ്ടില്ല, നേരെ വന്ന് കാണാൻ പറ്റാത്തതിന്റെ ഖേദത്തിൽ നടക്കുന്ന അഹ്ലുകാർ. അന്ന് കൂടെ ഇൽമു പഠിക്കാൻ മുതഅല്ലിമായിട്ട് നിലകൊള്ളാൻ അവസരം കിട്ടിയിട്ട് പോലും ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് നിന്ന് വ്യതിചരിച്ച് അവന് പോയി. കാരണം അവന്റെ കൽബ് ശരിയല്ല എന്ന് മനസ്സിലാക്കി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതിന്റെ വില സമൂഹം തിരിച്ചറിയുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ദ്വാരക്കണം? യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പറഞ്ഞ എല്ലാവരും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വഫീ തആതിക വഫീ ഈമാനിക യാ അല്ലാഹ്. പള്ളിയിലെ ഉസ്താദുമാര് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുമ്പോ നമ്മൾ മാഞ്ഞാലി അലുവ മൂക്കിന്നെടുത്തോണ്ടിരിക്കുക. അല്ലാഹു മുളക്കാക്കട്ടെ. നമുക്ക് ദുആ ഒന്നും വലിയ കാര്യമില്ല. ആർക്ക്? സുന്നിയാണ്. 10 സുന്നി, 110 സുന്നിയാണ്. പക്ഷെ ഈ ദുആ ചെയ്യാൻ മടി, ഭയങ്കര മടി. അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഈ സമുദായത്തിന്റെ മക്കൾക്ക് മടിയായി. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് റബ്ബ് നമ്മളെ പരിഗണിക്കാത്തത്. നീ വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോ മാത്രം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അല്ലാഹു നിന്റെ ദുആകളെ സ്വീകരിക്കില്ല. മനസ്സിലാക്കണം. പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമല്ല അല്ലാഹു നിനക്ക് സന്തോഷത്തിന്റെ ഘട്ടത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളതാകുന്ന അവസരം നീ ഉണ്ടാക്കിയെടുക്കണം. നന്ദിയുള്ളവനാകണം. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു അങ്ങനെയാണ് പറഞ്ഞത്.
ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് വർധനവുണ്ടാകുന്ന സമയം, നിങ്ങൾക്ക് നല്ലതുപോലെ സമ്പത്തുള്ളതാകുന്ന ഘട്ടം, വീടുണ്ട്, വാഹനമുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, സാമ്പത്തികമായി അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിലാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അപ്പോൾ നീ നന്ദി പ്രകാശിപ്പിച്ചാൽ, നീ 5 വഖത്ത് നമസ്കാരം നിർവഹിക്കുന്നവനായാൽ, മുറപോലെ കൃത്യമായി ഇബാദത്ത് എടുക്കുന്നവളായാൽ, ഫർള് നമസ്കാരങ്ങൾക്ക് പുറമേ സുന്നത്താകുന്ന നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുന്നവളായാൽ, തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുന്ന നേരത്ത് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ നിസ്കരിക്കാൻ നീ തയ്യാറായാൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ ദുആ നമസ്കരിക്കുന്നവനായാൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ ഇശായുടെ പിന്നത്തെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിത്ര നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നവളായാൽ, ലഅസീദന്നകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വീണ്ടും അധികരിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവനാകണം. ആണ് വേണ്ടത്. നമുക്ക് ഇന്ന് നന്ദി പ്രകാശന ഇല്ല. എന്തേ ഉള്ളൂ? കുറ്റപ്പെടുത്തലേ ഉള്ളൂ. കുറ്റപ്പെടുത്തലേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ വയനാടിൽ ദുരന്തമുണ്ടായപ്പോ ചില നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു, എവിടെ അല്ലാഹു, എവിടെ ദൈവം. അപ്പൊ നമ്മളിൽപ്പെട്ട ചില കപട വിശ്വാസികളും അതിന് ലൈക്ക് കൊടുത്തു. ശരിയാണല്ലോ, ഇത്രയും പാവങ്ങളൊക്കെ പടച്ചോൻ കൊന്നൊടുക്കി, പടച്ചോനൊന്നും ഇല്ലെന്നേ, അടക്കട്ടെ ഒരു ലൈക്ക് നമ്മുടെ വക. നമ്മുടെ ഈമാനെ അള്ളാഹു ചോദ്യം ചെയ്യാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചില ആളുകൾ ആ സമയത്ത് ഇതൊക്കെ വെള്ളം കോരി വിടുക, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മതനിരാസത്തിന്റെ വക്താക്കൾ, ലിബറൽസത്തിന്റെ വാദക്കാർ, സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്ന ആളുകൾ, ചില മുതലാളിത്ത വർഗത്തിന്റെ അഹ്ലുകാർ, ചില കുത്തക അവകാശികൾ, ചിലർ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുന്ന ചില ആളുകളുണ്ട്. എപ്പോഴും അവരുടേതാകുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ഇവർ ലോകം മുഴുവനും സഞ്ചരിച്ചവരാണ്, ഉലകം സഞ്ചരിച്ച് നടക്കുന്ന വലിയ ആളുകളാണ്, വിവരമുള്ള ആളുകളാണെന്ന് കരുതിയിട്ട് അവരുടേതാകുന്ന പേജിലേക്ക് വെച്ച് അവർ നടക്കുന്നതും പോകുന്നതും വരുന്നതും പറയുന്നതും ഒക്കെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ചില ആളുകൾ. അങ്ങനെ വിഴുങ്ങി വരുമ്പോ അവരും ഇത് വിഷം തുപ്പുന്നതായ ചില വാക്കുകൾ, നിരീശ്വരവാദത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കാൻ. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ലോകം കണ്ട ഏറ്റവും വലിയ കള്ള ഹയവാനാണ് എന്നാണ് അപ്പോൾ സമുദായം മനസ്സിലാക്കിയത്. അത്രയും കാലം അവന്റെ വാക്ക് കേട്ടുകൊണ്ട് നടക്കാൻ, അവനെ സ്വീകരിക്കുന്നു, സ്റ്റേജിൽ കയറ്റുന്നു, വർത്തമാനം പറയുന്നു, അവസാനവും പറയുന്നു ദൈവമില്ല എന്ന് വാദിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവന്റെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരികയാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, ബിദ്അത്തിന്റെ ആളുകളൊക്കെ ചില നിക്കാഹിന്റെ സദസ്സുകളൊക്കെ കയ്യേറിയിട്ട് 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് അവിടെ ജനങ്ങളെ കരയിപ്പിച്ചൊക്കെ നല്ല മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞ് രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ വർത്തമാനമൊക്കെ പറയും. അപ്പൊ മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ളതാകുന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും എല്ലാം ലൈക്ക് ചെയ്ത് വെക്കും. അവൻ പിന്നീട് പതുക്കെ തക്കം കിട്ടുന്ന വേളയിൽ വിഷം തുപ്പുന്നതാകുന്ന വാക്കുകൾ, ആദർശ വ്യതിയാനത്തിന്റെ വർത്തമാനങ്ങൾ, മരണ വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പ്രവാചകന്റെ പ്രകീർത്തനങ്ങളാകുന്ന സദസ്സുകൾ, അത് പാടില്ല എന്ന് തുടങ്ങിയിട്ടുള്ളതാകുന്ന ചില വാക്കുകൾ ഉന്നയിച്ച അഹ്ലുസുന്നയുടെ ആദർശങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് സംസാരിക്കുന്നതായ ചില ബിദ്അത്തിന്റെ അഹ്ലുകാരും ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. അത്തരക്കാളെ കരുതിയിരിക്കണം ഈ സമുദായം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതികളോട്, മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് പറയട്ടെ, അത്തരക്കാരെ കരുതിയിരിക്കണം. സോഷ്യൽ മീഡിയ അല്ല ഫത്വയുടെ ലോകം, മനസ്സിലാക്കണം. യഥാർത്ഥ ആലിമീങ്ങൾ മരിച്ചു കഴിയുമ്പോ വിവരക്കേടിന്റെ ആളുകൾ, ഇത്തരക്കാർ സമൂഹത്തിൽ കടന്നു വരും. സോഷ്യൽ മീഡിയയിലുള്ള വിളമ്പുന്നതാകുന്ന സകല വാക്കുകളും കേട്ടിട്ട് ഇതാണ് യഥാർത്ഥ ദീൻ എന്ന് നിങ്ങൾ ആരും കരുതരുത്. അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആദർശങ്ങളിൽ വെള്ളം ചേർത്തവരാണ്, കടക്കൽ കത്തിവെച്ചവരാണ്. നിരീശ്വരവാദത്തിന്റെ യുക്തിവാദത്തിന്റെ കൊട ചൂടിയിട്ട് ഈ സമുദായത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയതായ സമുദായമാണ് അവരെന്ന് തിരിച്ചറിയണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ഹദീസ്. അതാണ് ആലിമീങ്ങൾ മരിക്കുമ്പോ ഇത്തരത്തിലുള്ളതാകുന്ന ബിദ്അത്തിന്റെ ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ നല്ല നല്ല വാക്കുകൾ ഇട്ടുകൊണ്ട് ജനങ്ങളുടെ മനം കവരാൻ ചില വാക്കുകൾ പറയുന്നവരുടെ വാക്കുകൾ കേട്ട് പേജ് ലൈക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ അയാൾ പ്രസംഗിച്ചത് വാപ്പയെ കുറിച്ചാണ്, വാപ്പ അങ്ങനെയാണ്, ഉമ്മയെ കുറിച്ചാണ്, ഉമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ പ്രസംഗിച്ചതാകുന്ന ആളുകൾ
അപ്പൊ ഈമാൻ മർമ്മപ്രധാനമാണ്. പരിശുദ്ധ ഇസ്ലാമാണ് യഥാർത്ഥ ദീൻ. ആ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാൻ പരിപൂർണമാക്കി നിലനിർത്തി വഴിപിഴച്ചു പോകാതെ ജീവിക്കാൻ നമുക്ക് സന്നദ്ധരാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തെറ്റിപ്പോകരുത്, ഈമാൻ തെറ്റിപ്പോകരുത്. എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോകാം. ഞാൻ വലിയ ആളാണ് എന്ന് ആരും കരുതണ്ട. ഏത് മനുഷ്യനെയും ഏത് കൊലകൊമ്പനെയും ഏത് സെക്കൻഡിനുള്ളിൽ പിശാച് വഴിപിഴപ്പിച്ചേക്കാം. അതുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ച് ജീവിക്കാം. ലഇൻ ശക്കറതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ഉള്ളവരായാൽ നിങ്ങൾക്ക് നാം അധികരിപ്പിക്കും, എല്ലാം അധികരിപ്പിക്കും. വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എന്നോട് നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിന കഠോരമാണെന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയാ. അല്ലാത്ത വാക്കാണത്. നമ്മുടെ ആളുകൾ തന്നെ പറയാറുണ്ട്, പലപ്പോഴും അത് പങ്കുവെക്കാറുമുണ്ട്, സഹോദരിമാരും സഹോദരങ്ങളും അടക്കം. ഉസ്താദേ, ഞാൻ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്, ഞാൻ റുഹബയാൻ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്, പക്ഷേ എന്റെ വിഷമം മാറിയിട്ടില്ല. ഇപ്പോഴും ദുഃഖത്തിൽ ഞാൻ തളം കെട്ടി നിൽക്കാൻ. ഞാൻ ഇത്ര ദിക്ർ ചെല്ലുന്നുണ്ട്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയധികം ചെല്ലുന്നുണ്ട്, ഞാൻ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവളാണ്, ഞാൻ ദിക്ർ അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ മുടങ്ങാതെ യാസീൻ ഇത്ര വെച്ച് ഡെയിലി ഓതുന്നവരാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഈ അമലുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് പോലും അല്ലാഹു എന്റെ കാര്യം ഇതുവരെ സലാമത്താക്കി തന്നില്ലല്ലോ എന്ന് വാദിക്കുന്ന സഹോദര സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. വലിയ അപകടമാണ് ആ വാക്ക്. കാരണം അള്ളാഹു നിനക്ക് നൽകുന്നതാകുന്ന തഖ്ദീറിനെ കുറിച്ച്, പടച്ചറബ് നിശ്ചയിച്ചതാകുന്ന കാര്യത്തെ കുറിച്ച് നീ തന്നെ ആശങ്കപ്പെടുന്ന വർത്തമാനാണ് പറഞ്ഞത്. വഫൗക തഖ്ദീരിൻ ലില്ലാഹി തഖ്ദീറു എന്നാണ്. എല്ലാത്തിനും മുകളിൽ അള്ളാഹു കണക്കാക്കിയതേ നടക്കൂ. ഈ ഭൂമുഖത്ത് റബ്ബ് തഖ്ദീറാക്കിയതുകൊണ്ട് അതേ നമുക്ക് കിട്ടുകയുള്ളൂ. എത്ര കാലം നീ ജീവിച്ചാലും അല്ലാഹു നിനക്ക് ഈ ദുനിയാവിൽ നിനക്ക് കണക്കാക്കിയത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. അല്ലേ നമ്മൾ പറയുന്നത്? അല്ലേ അതയ്യാതിനെ ഓതലില്ലേ? ഓതലില്ല. اللهم لا مانع لما اعطيت ولا معطي لما منعت ولا راد لما قضيت ولا لا ينفع ذا الجد منك الجد. നിസ്കാരം കഴിഞ്ഞിട്ട് തയ്യാത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദിക്റും ഔറാദും എടുക്കുമ്പോൾ ഇത് ചെല്ലാറുള്ളതാണ്. മുഅ്മിനീങ്ങൾ പറയാറുള്ള വാക്കാണ്, അല്ലാഹുവേ നീ നൽകുന്നതിനെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല, നീ തടുത്തതിനെ നൽകാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അതാണ് മുഅ്മിനിന്റെ വിശ്വാസം. നിന്റെ അടുക്കൽ ഒരു പണച്ചാക്ക് ഉടയവൻ എത്ര വലിയ പണക്കാരനായിരുന്നാലും അവന്റെ പണം നിന്റെ അടുക്കൽ പ്രയോജനം ചെയ്യുകയില്ല. കാരണം ഏറ്റവും വലിയ സമ്പത്തുള്ളവൻ നീയാണ്. ജദ് എന്നതിന്റെ പല അർത്ഥമുണ്ട്. ഒരർത്ഥമാണ് സമ്പത്ത് എന്നുള്ളത്. നിന്റെ അടുക്കൽ വല്യുപ്പ പ്രയോജനം ചെയ്യുന്നില്ല എന്ന അർത്ഥം. അങ്ങനെയല്ല അർത്ഥം. പിന്നെന്താണ്? നിന്റെ അടുക്കൽ സമ്പത്തുടയവന്റെ സമ്പത്ത് പ്രയോജനം ചെയ്യൂല എന്നാണ് മാന. ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്, ചെല്ലാറുള്ളതാണ്. പക്ഷെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സർവ്വതം സമ്മതിച്ചു കൊടുക്കാൻ. അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, അവനാണ് ഈ ലോകത്തിന്റെ പരിപാലകൻ, അവനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരൻ, അവനാണ് സർവാധിപതി. ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ച് സംഹരിക്കാൻ ശേഷിയുള്ളവൻ അവനാണ്. എല്ലാ സമ്പത്തിന്റെയും മേൽക്കോയ്മ അവന് മാത്രമാണ്. ലോകത്ത് ഏത് വലിയ പണക്കാരൻ ഉണ്ടാവട്ടെ, അവർക്കെല്ലാവർക്കും മീതെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം നിനക്ക് വേണം. അങ്ങനെ ഉണ്ടായാൽ നിന്നെ അല്ലാഹു ഉയർത്തും. നീ പടച്ചറബിനോട് കൃത്യമായി സുജൂദ് ചെയ്യാൻ തയ്യാറായാൽ, അവനെ വണങ്ങാനും വഴങ്ങാനും 5 നേരം നീ തയ്യാറായാൽ, പെങ്ങളെ നീ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. അല്ലാഹു നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുമേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അമില സാലിഹാ മിൻ ദകരിൻ ഔ ഉൻസാ
ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. ആരാണ് ഈ ഭൂമുഖത്ത് മനുഷ്യ മാനവ ഏത് പുരുഷനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ഏതൊരു മുഅ്മിനുണ്ടോ നല്ലതുപോലെ സുഹൃതങ്ങൾ ചെയ്യുന്നവരുണ്ടോ രാവിലെ സുബഹിയുടെ ബാങ്കുല് മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ഒളു എടുത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് പോയി ഇഅ്തികാഫിന് നിയ്യത്ത് വെച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറായ ഏതൊരു പുരുഷനുണ്ടോ വീടിന്റെ അകത്തളങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന സഹോദരിമാരുണ്ടോ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമസ്കാരങ്ങൾ പോലെ തവക്കത്തിൽ നമസ്കരിക്കുന്നതായ ഏതൊരു ഉമ്മയുണ്ടോ ഏതൊരു ചെറുപ്പക്കാരിയുണ്ടോ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താതെ പടച്ചറപ്പ് നൽകിയിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി ജുമുഅകളെ ജമാഅത്തുകളെ ശ്രദ്ധിക്കുന്നവരുണ്ടോ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് തീർച്ചയായും അല്ലാഹു പരിശുദ്ധമായ മനോഹരമായ സംശുദ്ധമായ ജീവിതം അല്ലാഹു നൽകുമേ. പരിശുദ്ധമായ ഖുർആൻ അവർ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു ഏറ്റെടുക്കുകയാണ്. ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ 5 വഖത്ത് നമസ്കാരങ്ങളെ നിലനിർത്തുന്നവരുണ്ടോ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ ഈ ഭൗതികമാകുന്ന ലോകത്തെ തയ്യാറെടുക്കുന്നവരുണ്ടോ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ജീവിതം നൽകുമത്രേ. നല്ല ജീവിതം അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കിന്നതില്ല. നമ്മൾ എങ്ങനെയെങ്കിലും കന്നുകാലികളെ പോലെ ജീവിക്കാൻ നിസ്കാരം ഒന്നും കറക്റ്റ് അല്ല. ഒരു കല്യാണം വന്നാൽ മതി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പിന്നെ അന്നത്തെ ദിവസത്തെ നിക്കാഹ് പോയി. ഇന്നിപ്പോ ഞായറാഴ്ച കല്യാണം കൂടി എത്ര പേരുണ്ട്? കല്യാണത്തിന് പോയവർ കൈ ഉയർത്തട്ടെ. എത്ര പേരുണ്ട് ഞായറാഴ്ച? പോയില്ല ആര്? നിങ്ങളൊക്കെ നന്നായി, ആയിക്കോട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾക്ക് കൈ വെക്കണമെന്നുണ്ട്. ആര് ഇന്ന് കല്യാണം ഇല്ലായിരുന്നോ? ഇല്ല. സഫർ മാസം കല്യാണം നടത്തരുതെന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ടല്ലേ? അത് തെറ്റാണ്. നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല മാസമാണ് ഒന്ന് ശവ്വാൽ, അറബി മാസങ്ങളിൽ ഒന്ന്, മറ്റൊന്ന് സഫർ മാസം. പഠിച്ചു വെക്ക്. ഇതൊരു ഇൽമാൻ. ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ്? ഉൽമല്ല, ഇൽമാൻ. അല്ലാഹു ആഫിയ ഇൽമ നൽകട്ടെ. പലരും മനസ്സിലാക്കിയിട്ടില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ അദ്വാ വലാ തീറതാ വലാ ഹമ്മതാ വലാ സഫറാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ് സ്വഹാബാ സ്വഹാബാ ലാ അദ്വാ, പകർച്ചവ്യാധിയില്ല സ്വഹാബാ, ഒരസുഖവും പകർച്ചയിലേക്ക് പോകുകയില്ല. അല്ലാഹു തീരുമാനിച്ചതല്ലാതെ ഒരാൾക്കൊരു രോഗം മറ്റൊരാളിലേക്ക് പകർത്താൻ പറ്റുകയില്ല. റബ്ബ് തഖ്ദീറാക്കിയത് കൊണ്ടല്ലാതെ ഒരു രോഗം മറ്റൊരാളിലേക്ക് പകരുകയില്ല. ലാ അദ്വാ, പകർച്ചവ്യാധിയില്ല കേട്ടോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, 1400 വർഷം മുമ്പ്. അതുകൊണ്ടാണ് ഒരു അസുഖം ബാധിച്ച വ്യക്തി അയാൾ ആ നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ളതാകുന്ന പകർച്ചവ്യാധി എന്നറിഞ്ഞാൽ അയാൾ ആ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യണ്ട, മറ്റൊരാള് അവിടേക്ക് വരികയും വേണ്ട, നാട്ടിലുള്ള ആളുകൾ ഓടിപ്പോകാനും പോകണ്ട. ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ലാ അദ്വാ, പകർച്ചവ്യാധി എന്നുള്ളതൊന്നില്ല. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. അത് റബ്ബ് തഖ്ദീറാക്കിയെങ്കിലേ വരുള്ളൂ. അല്ലാഹുവിന്റെ തീരുമാനമാണത്. അല്ലാഹു ഉദ്ദേശിക്കണം മറ്റൊരാൾക്ക് പകരാൻ വന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചതാ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചിക്കൻ ബോക്സോ പരിപാടി, അതിനാണ് പേര്. എന്താ പറയാ? ചിക്കൻ ബോക്സ്. ഈ രോഗം വരുമ്പോ ചിലപ്പോ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ തെന്നി നിന്നാലും പാപ്പായും മായതും തെന്നൂല, മോലും തെന്നു അവിടെ തന്നെ.
കാരണം ഉമ്മയുടെ വിശ്വാസം എന്റെ മകനാണ്, എന്റെ മകളാണ്, പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ട് ഉമ്മയാണ് എല്ലാം എടുത്തു കൊടുക്കുക, കുളിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഭക്ഷണം എടുത്തു കൊടുക്കുക, ഒക്കെ ചെയ്യും. ഉമ്മാക്കും എല്ലാം പറയുന്ന മിക്ക ഉമ്മമാർക്കും ഉപ്പാർക്കും അത് പകരുക തന്നെ ഇല്ല. കാരണം അതിനോടുള്ള ഭയപ്പാടില്ല. ഇത് പേടിച്ച് നിൽക്കുന്ന ഹൈവാന്റെ മേത്തോട്ട് കയറിയില്ലെങ്കിൽ ഐശ്വര്യം പേടിച്ചാ നിൽക്കുന്ന 2 സ്റ്റെപ്പ് അങ്ങോട്ട് 5 സ്റ്റെപ്പ് ഇങ്ങോട്ടും വെച്ചാ നിൽക്കുന്നത്. റൂമിലോട്ട് കയറാൻ പേടിയാ. إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المتوكلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഖുൽ നബിയേ തങ്ങൾ പറയണേ, ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ ഞങ്ങൾക്ക് എത്തുകയേ ഇല്ല. സമുദായത്തോട് പറഞ്ഞു കൊടുക്കുക. സമുദായത്തിന് ഇപ്പോഴും അത് വിശ്വാസം വന്നിട്ടില്ല. അല്ലാഹു കണക്കാക്കിയത് ഇവിടെ ഉണ്ടാവും. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിച്ചെഴുത്ത് നടത്താൻ 1400 വർഷം മുമ്പ് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പകർച്ചവ്യാധി എന്നുള്ളത് ഇല്ലേ ഇല്ല. അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് അല്ലാഹു കണക്കാക്കിയത് മാത്രമാണ്. അതൊരു രോഗവും പകരൂല. മനസ്സിലാക്കണം. ഇതാര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. ചിലർക്ക് അങ്ങനെ വരുന്നുണ്ടല്ലോ. വന്നാൽ അതെന്താണ്? അല്ലാഹു കണക്കാക്കിയ വ്യക്തിക്ക് പകർന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി വീണ്ടും പറയുകയാണ്, പക്ഷിശാസ്ത്രം നോക്കുന്നവരെ അത്തരത്തിലുള്ള പ്രവണത ഇസ്ലാമിലില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വടക്കോട്ട് പക്ഷി പറന്നാൽ അവൻ നിൽക്കുന്നതിന്റെ വലത് ഭാഗത്തേക്ക് പറന്നാൽ അവന്റെ ജീവിതത്തിൽ ഐശ്വര്യമാണ്. പക്ഷി ഇടത്തോട്ട് പറന്നാൽ എന്റെ ജീവിതത്തിൽ ഈ യാത്ര ഐശ്വര്യക്കേടാണ് എന്ന് പറഞ്ഞ് യാത്രകളെ മാറ്റിവെക്കുന്നതായ മുസ്ലിമേ, വലാ തീറത. അങ്ങനെയുള്ള പക്ഷിശാസ്ത്രത്തിന്റെ പരിപാടി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി ഇന്നുമില്ലേ. അതൊക്കെ പോയിട്ട് തത്തമ്മേ തത്തമ്മ ഇറക്കിയിട്ട് നോക്കാണ്. തത്തമ്മ ഏതുവെന്ന് എടുത്തോണ്ട് വരും. ഒക്കെ ഇവന് പറ്റിയത് തന്നെ. ഇനി ക്യാമന്നാൾ വരെ നന്നാവൂല എന്നുള്ള കാർഡുമായിട്ടാ തത്തമ്മ വന്നത്. സോക്കേട് കയറുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവന്റെ സ്വഭാവത്തിന് പറ്റിയത്. പിന്നെ ഇവൻ വിഷമിക്കുക, ടെൻഷൻ. എടാ അങ്ങനെ ഒന്നില്ല. വലാ തീറത. അങ്ങനെയുള്ള പക്ഷിശാസ്ത്രത്തിൽ വിശ്വാസവും ഉൾക്കൊള്ളരുത്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ 1400 വർഷം മുമ്പ് പിഴുതെറിഞ്ഞ അന്ധവിശ്വാസങ്ങളാണ്. ഇന്നും ഈ സമുദായം വെച്ച് പുലർത്തി പോരുന്നില്ലേ? ഈ സമുദായത്തിലെ എത്ര മംഗമാർ, എത്ര സഹോദരിമാർ തലയിൽ മക്കനിട്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ കാൽച്ചുവട്ടിൽ പോയിരുന്നിട്ട് ഈ വിഷയങ്ങളിലൊക്കെ പരിപൂർണമായി വിശ്വാസം വെച്ച് പുലർത്തുന്ന ഈ സമുദായത്തിന്റെ മക്കളില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത്തരത്തിലുള്ള പ്രവണത ഇസ്ലാമിലില്ല. തീർന്നില്ല. 3 ചില പക്ഷികളുടേതാകുന്ന കുരയും അതിൻ്റെതാകുന്ന ശബ്ദവും കേട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളില്ലേ? അതനുസരിച്ചുകൊണ്ട് യാത്രയെ ക്രമീകരിക്കുന്നവരില്ലേ? ചില മൂങ്ങയുടെ കരച്ചിൽ, ചിലതിന്റെ ഒച്ചപ്പാട്, അതൊക്കെ കേട്ടിട്ട് യാത്ര പോകൽ നല്ലതാണ്, അല്ലെങ്കിൽ ദുർലക്ഷണമാണ്, അല്ലെങ്കിൽ അവലക്ഷണമാണ്, നല്ല ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്രയെ ക്രമീകരിക്കുന്നവർ പണ്ട് കാലങ്ങളിൽ അത് ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലേ ഇല്ല. ഒരുപാട് മായന കണ്ടു ഇതിനൊക്കെ. ഞാൻ ഒറ്റ അർത്ഥം പറഞ്ഞു പോവാൻ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ തൽക്കാലം സഫറിനെ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഈ ഹദീസ്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിവിടെ ഓതേണ്ട കാര്യമില്ല. ആയത്തു ഹദീസിന്റെ ഡസൻ കണക്കിനുണ്ട്. ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രതിപാദിച്ചു പോകുന്നു എന്ന് മാത്രം. വലാ സഫറ
അല്ലാഹുവിന്റെ റസൂൽ നാലാമതായി പറയുകയാണ്, സഫർ മാസം ദുശകുനമാണ്, സഫർ മാസം കൊള്ളാത്തതാകുന്ന മാസമാണ്. വിവാഹത്തിന് പറ്റിയതല്ല, വീട് കൂടാൻ പറ്റിയതല്ല, ഒരു ഖൈറിനും നല്ലതല്ല എന്ന് കരുതുന്നവരെ അന്തമാണ്, അന്തമാ വലാ സഫറാ. സഫർ മാസത്തെ കുറിച്ച് മോശമാകുന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ലേ? ഇല്ല. നബിയുനാ റസൂലുള്ളാഹി അങ്ങനെയൊന്നില്ല. പിന്നെന്താ സഫർ മാസം? ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, സഫർ മാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് ചിലർ വാദിക്കും. തീയില്ലാതെ പുകയുണ്ടാവൂലല്ലോ, എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചത് ഈ മാസത്തിന്റെ അവസാനത്തെ ഒടുക്ക ബുധനിലാണ്, സഫറില്ല. ഈ കാരണത്തെ മുൻനിർത്തി ഉലമാക്കളിൽ ചിലർ പറഞ്ഞു ആ ദിവസം സഫർ മാസത്തെ ഒടുക്ക ബുധൻ. നമ്മളിലേക്ക് വരുമല്ലേ, വരുന്ന ബുധനാഴ്ച അന്ന് ലാസ്റ്റാണ്. അന്നത്തേതാകുന്ന ദിവസം ഒരുപാട് ബലാ മുസീബത്തുകൾ ഇറങ്ങുന്നു എന്ന് ചില ഇമാമിങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായത്തെ മാനിച്ച് നഹസായി ചില ഇമാമികൾ എണ്ണി. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമുണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ദിവസത്തെ മോശമായി ദിവസത്തെ എണ്ണരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും മറ്റൊരു ഭാഗത്തുണ്ട്. നഹസിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഇസ്ലാമിലുണ്ടെന്നർത്ഥം. ഒരു ദിവസത്തെ മോശമായി അങ്ങനെ കാണേണ്ടതില്ല. സുബഹി അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നവൻ, അത് ഫർള് ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസം ഉണ്ടാവൂല എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ, ഹദീസ് വെച്ചുകൊണ്ട് സംസാരിച്ച ഇമാമിങ്ങൾ ധാരാളമുണ്ട്. ഈ ദിവസത്തെയും ഈ മാസത്തെയും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇത് നല്ല ദിവസമാണ് എന്ന് കണക്കാക്കിയിട്ട് അറബി ഗ്രന്ഥങ്ങൾ രചിച്ചതാകുന്ന ഇമാമിങ്ങളുമുണ്ട്. ചിലർ ഈ ദിവസത്തേതാകുന്ന ദിവസത്തെ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോ അത് നല്ലതാണെന്ന് അറിയിക്കാൻ വേണ്ടി അറബി ഗ്രന്ഥങ്ങൾ രചിച്ച് പൂർത്തീകരിച്ചതാകുന്ന വലിയ വലിയ സൂഫിയാക്കളും മഹത്തുക്കളും കർമ്മശാസ്ത്ര വിശാരദന്മാര് വരെ നമ്മുടെ മദ്ഹബിൽ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മാസം മൊത്തത്തിൽ എന്തല്ല, നഹസല്ല. മനസ്സിലാക്കണം, അങ്ങനെ കരുതരുത്. നല്ലതല്ല, ദുശകുനമാണ് എന്ന് കരുതാനേ പാടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് പ്രകാരം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വർഷത്തിൽ 2 മാസങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമാക്കി. എന്തിന്? വിവാഹത്തിന്. വിവാഹത്തിന് ഏറ്റവും നല്ല മാസം ഏതാണ്? ഒന്ന് റമദാൻ കഴിഞ്ഞാൽ ഉടനെയുള്ള ശവ്വാൽ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടന്നത് ആ മാസത്തിലാണ്, ശവ്വാൽ മാസം. ശവ്വാൽ മാസം വിവാഹം നടന്ന ആരെങ്കിലും ഉണ്ടോ ഈ മജ്‌ലിസിൽ? കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആരും കല്യാണവും കഴിക്കുന്നില്ല, കല്യാണത്തിന് കൂടിയിട്ടുമില്ല. അങ്ങനത്തെ കോമാണ് പഠിച്ചവന്. വിവാഹത്തിന് പോയോന്ന് വെച്ചപ്പോ അതും പോയില്ല, കല്യാണം കഴിച്ചവരെന്ന് വെച്ചോ അതുമില്ല. സഫർ ഏത് മാസമാണെന്ന് അറിയാൻ പറ്റും ഉസ്താദേ. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഡിസംബർ ആണെന്ന് ഓർമ്മയുണ്ട്. അറബി മാസമൊക്കെ ആര് നോക്കുന്നല്ലേ? അത് അന്ന് കലണ്ടറിൽ കുറിക്കാൻ വേണ്ടി ഒന്ന് ഉസ്താദിനെ വിളിച്ചു നോക്കും. ദിവസം കൊള്ളാം, ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയൊന്നും. പിന്നെ പെണ്ണുങ്ങൾക്ക് തന്നെ ഓർമ്മയുള്ളതാ. പിന്നെ അവർ ഇംഗ്ലീഷ് നോക്കിക്കൊണ്ടിരിക്കുക. വെഡിങ് ആനിവേഴ്സറി, കേക്ക് മുറിച്ചിട്ട് കെട്ടിയവന്റെ ചുണ്ടെ തേച്ചു കൊടുക്കുക. മറന്നുപോയാൽ കർണക്കുറ്റിയൊക്കെ ഒരു അടിയും കൊടുക്കുക, ഓർമ്മിപ്പിക്കുക. എന്തുമായിട്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആണോ അല്ലയോ? ചില പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഭർത്താവിനും എല്ലാം ബോധമുണ്ട്. എന്ത് അവസാനം ഇതാന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയായിരുന്നു. രണ്ടാമത്തെ മാസമാണ് ശവ്വാൽ കഴിഞ്ഞാൽ പിന്നെ ഏത്? സഫർ മാസം. സഫർ മാസം നിക്കാഹ് നടത്തൽ ഏറ്റവും സുന്നത്തായ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മകളാകുന്ന ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടത്തിയത് അലിയാരിതങ്ങളുമായി നിക്കാഹ് നടത്തിയ മാസമാണ്. ഏത് മാസം? സഫർ മാസം. അപ്പൊ പറയുക മാത്രല്ല, സഫർ മാസം നല്ലതാണ് എന്നുള്ളത് വിവാഹം നടത്തി, സ്വന്തം മകളുടെ വിവാഹം നടത്തി ആര് കാണിച്ചു കൊടുത്തു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മള് വീട് പണി നടത്തൂല, ഒന്നും നടത്തൂല. സഫർ ഒന്ന് കഴിഞ്ഞോട്ടെ ഉസ്താദേ, എന്നിട്ട് നോക്കാം. നമ്മുടെ മനസ്സിൽ അപ്പോഴും ഒരു ഇതാണ് അല്ലേ? അത് പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളെ അല്ലാഹു സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇത് പറഞ്ഞത്? എന്തിനാ? ഇന്നത്തെ ദിവസം കല്യാണത്തിന് പോയോ എന്ന് ചോദിച്ചപ്പോ ആരും കൈ ഉയർത്തിയില്ല. അപ്പോഴാണ് ഈ ഹദീസ് ഓതിയിട്ട് അങ്ങോട്ട് പോയത്. വീണ്ടും തിരിച്ചു വരിക.
അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ നല്ല മാസാന്നർത്ഥം സഫർ മാസം, മോശമായിട്ട് കാണണ്ട, നല്ലൊരു മാസമാണ്. അള്ളാഹു ഇബാദത്തിൽ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. സുബ്ഹിയുടെ സുന്നത്ത്, ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത്, അലം നശ്റഹ് ലക സദ്റക എന്നതാകുന്ന സൂക്തം ഒന്നാമത്തെ റക്അത്തിൽ അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ചേർത്ത് ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചാൽ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തുൽ ഫീലും അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന വാർത്തകളോ ഒന്നും അവനുണ്ടാവൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുജറബുൻ, ഞാൻ ഈ പറഞ്ഞത് പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എല്ലാ ഇമാമിയങ്ങളും എല്ലാ സ്വഹാബത്തും എല്ലാ മഹത്തുക്കളും സമ്മതിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തിനാണ് എന്ത് പറയുക? റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. ആ റവാത്തിബ് സുന്നത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടേതാകുന്ന സുന്നത്ത്. പലപ്പോഴും നമ്മുടെ ഖൗമിന് വിട്ടുപോകുന്ന സുന്നത്ത്. കാരണം എന്താ? സുബഹി തന്നെ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സുബഹി കരിച്ചെങ്കിലല്ലേ സുബഹിയുടെ സുന്നത്തുള്ളൂ. സുബഹിയുടെ ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കാരത്തിൽ എന്തോദനം? ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ ഉടനെ ശേഷം അതിനോട് ചേർത്ത് എന്തുകൂടി ഓതണം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ എന്ത്? സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതിനോട് ചേർത്ത് എന്തുകൂടി ഓതണം? ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. ഒരു വിഷമമോ ദുഃഖമോ വേദനാജനകമാകുന്ന ഒരു സംഭവമോ ഉണ്ടാവൂല. ഇതൊക്കെ രാവിലെ അങ്ങോട്ട് നിസ്കരിച്ചിട്ട് ഇറങ്ങിയ ഒന്നും പേടിക്കണ്ടെന്നർത്ഥം. ഒരു പ്രയാസം ഉണ്ടാവൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാതെ മോമിനിന്റെ ഏറ്റവും വലിയ ആയുധമാണല്ലോ നിസ്കാരവും പ്രാർത്ഥനയും. ആ നിസ്കാരമാണ് ഏറ്റവും വലുത്. അത് 5 വഖത്ത് കറക്റ്റായി നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്ന് നമ്മളിൽ നിന്ന് ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി. എവിടെയും കൂടിക്കലരുകളാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക്, തുടക്കം പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശരിക്കും ശ്രദ്ധിക്കണേ. നിർത്താൻ പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കും. സ്ത്രീയും പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്നു. വസ്ത്രങ്ങൾ കറക്റ്റ് അല്ല, സംഭാഷണങ്ങളുടെ രീതി ശരിയല്ല, കാഴ്ചകൾ ശരിയല്ല, പുരുഷന്റെ വസ്ത്രവിധാനം ശരിയല്ല, സ്ത്രീയുടെ വസ്ത്രവിധാനവും യഥാർത്ഥ ദീൻ അനുസരിച്ചല്ല. ഞാൻ ഈ പറയുന്നതൊക്കെ മുസ്ലിമീങ്ങളോടാണ് കേട്ടോ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ലൈവ് കേട്ടിട്ട് പിന്നെ ഇത് ക്ലിപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ആരും പറയണ്ട. ഞാൻ ഈ പറയുന്നതൊക്കെ മുസ്ലിമീങ്ങളോടാണ്. അള്ളാഹുലും റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്കുള്ള ഉപദേശമാണ് ഈ നസിഹത്ത്. അതാണ് ഇവിടെ ഹുജ്റത്ത് ശരീഫ് നടക്കുന്നത്. അല്ല വേറൊന്നുമല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരോടുള്ളതാകുന്ന ഖുർആനിന്റെ ഭാഷ, അവർ പരിപൂർണമായി ഔറത്ത് മറച്ച് മാന്യമായ ജീവിതം നയിക്കണം. ഇപ്പൊ കണ്ടില്ലേ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. എത്ര നടിമാരാണ് അവർക്കെതിരെയുള്ളതാകുന്ന വിഷയങ്ങൾ, പീഡന കഥകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോഴും ലൈവിൽ വന്നുകൊണ്ടിരിക്കാൻ അരമണിക്കൂർ മുമ്പുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇപ്പൊ തുറക്കാൻ മേല. ടീച്ചർമാര് എല്ലാ ദിവസവും കുട്ടികളോട് ഒരാഴ്ച നടക്കുന്ന പത്രവാർത്തകൾ എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാരും നിർത്തിവെച്ചിരിക്കുക. എഴുതണ്ടെന്ന് പറഞ്ഞു. കാരണം ഫുള്ള് എഴുതാൻ ഇതാണ്. രാവിലെ മുതൽ എഴുതാൻ നിന്നാൽ വൈകിട്ട് വരെ എല്ലാ നടന്മാരുടെയും നടിമാരുടെയും പേരെഴുതണം. അവരവിടെ കൊണ്ടുപോയി ചെയ്തത് ഇവിടെ കൊണ്ടുപോയി ചെയ്തത് ഒക്കെ വിളിച്ചു പറയേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മക്കള് പിഴച്ചു പോകുന്നർത്ഥം. അതുകൊണ്ട് ടീച്ചർമാർ പറഞ്ഞിരിക്കുക പത്രവാർത്ത കൊണ്ടുവരരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അതല്ല, കൊണ്ടുവരാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാ പറയും. കാരണം പത്രം തുറക്കാൻ മേലെ ഇതന്നെ പരിപാടി. ഡെയിലി തന്നെ ക്യാമറ കണ്ണുകൾ മുഴുവനും അവരിലേക്ക്. എല്ലാ നടന്മാരും നടിമാരും ഒളിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൂടെ പുറത്തിറങ്ങിയ ഉടനെ ക്യാമറ ഷൂട്ട് ചെയ്യാം. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? കൂട്ടരാജിയെ കുറിച്ച് ഇതന്നെ വെച്ചപ്പാട് ആകെ വിഷയം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇതിപ്പോ അവരുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ഭാര്യമാര് തന്നെ നമ്മളെ കുറിച്ചുള്ളതാകുന്ന സത്യവും അസത്യവും പുറത്തു പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഒരൊറ്റ മാന്യമാര് ഉണ്ടാവൂല. വലിയ കുപ്പായം ധരിച്ചിട്ടൊക്കെ വലിയ സദസ്സിലൊക്കെ വന്നിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം താറുമാറായി പോകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
2017 ഫെബ്രുവരിയിൽ ഒരു നടിയെ ചൊല്ലി ഉണ്ടായതാകുന്ന ഒരു ഇരയായ ഒരു നടി അവർ പീഡനത്തിന് ഇരയാക്കിയ കൊച്ചിയിൽ വെച്ച് നടന്ന സംഭവത്തെ ചൊല്ലിയിട്ടാണ് ഒന്ന് രണ്ട് ആളുകൾ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു തീരുമാനം സിനിമാ നടന്മാർക്കും നടിമാർക്കുമെതിരെയുള്ളതാകുന്ന വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം നവംബർ മാസത്തിൽ തന്നെ അതേ വർഷത്തിൽ തന്നെ സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായ കമ്മീഷനെ രൂപപ്പെടുത്തി 6 മാസം കൊണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു ഈ വിഷയം. പക്ഷേ 2019 ഒക്ടോബർ മാസത്തിൽ അവർ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ ഏകദേശം 300 പേപ്പർ ഉള്ളതാകുന്ന വലിയ കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ വലിയ പ്രമുഖർ കുടുങ്ങുമെന്ന് മനസ്സിലാക്കി. അവസാനം അവർ അതിൽ നിന്ന് ചുരുക്കിയിട്ട് പേപ്പർ ചുരുക്കി 233 പേപ്പറാക്കിയിട്ട് ഈ കഴിഞ്ഞതാകുന്ന നമ്മുടെ ഓഗസ്റ്റ് മാസം 14 കൊണ്ടുവന്നു. അത്തരത്തിലുള്ളതാകുന്ന ഒരു കമ്മിറ്റി കൊണ്ടുവന്നു. ആ കമ്മിറ്റി സർക്കാർ പറഞ്ഞത് കൊണ്ടുവന്നു 233 പേജിലേക്ക് അവസാനം ഒതുക്കി. കാരണം എന്താ? ബാക്കി 300 പേജിൽ നിന്ന് ഇത് ചുരുക്കാൻ കാരണം എന്താണ്? വലിയ വമ്പന്മാർ കൊമ്പന്മാർ പുറത്തു വരുമെന്ന് സർക്കാർ തന്നെ മനസ്സിലാക്കിയിട്ട് അത് ചുരുക്കിയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 14 സംഭവം ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. ഞാൻ പറയുന്നത് ബാക്കി ആ 300ലേക്കുള്ള പേപ്പറും കൂടി പുറത്തു വന്നാൽ തീരും, ഏകദേശം തീരുമാനവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇത് വന്നപ്പോൾ തന്നെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. പല ഭാഗത്തു നിന്നും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ സിനിമയും സിനിമാക്കാരും നൽകുന്ന സന്ദേശം എന്താണ് ഈ സമൂഹത്തിന്? ഇന്ന് വരെ ആരെങ്കിലും നന്നായിട്ടുണ്ടോ സഹോദരങ്ങൾ? എത്ര പേരാണ് വഴിപിഴച്ചു പോയത്? ഈ അടുത്തിടെ ഒരു പള്ളിയിലച്ചൻ അദ്ദേഹം വ്യക്തമായി പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിച്ചിരുന്നു. അദ്ദേഹം ആ സിനിമ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, ഈ സിനിമയൊന്നും നിങ്ങളുടെ മക്കളെ കാണിക്കരുത്. കാരണം ഈ സിനിമയും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് മുഴുവനും പരിപൂർണമായി തെമ്മാടിത്തരങ്ങളാണ്. ഈ അടുത്തിടെ 2023 24 ആ സമൂഹത്തിലും ഒക്കെ ഇറങ്ങിയ സിനിമകളെ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഒക്കെ കള്ളും കഞ്ചാവും MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന നിലയ്ക്കുള്ളതാകുന്ന സിനിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാണരുതേ എന്ന് പള്ളിമേടയിൽ ഒരു പള്ളിയിലച്ചൻ പ്രസംഗിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവമാണ്. ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മുടെ മക്കളൊക്കെ ഇത്തരക്കാരെ ഫാൻസ് അസോസിയേഷനായി അവരുടെ സിനിമകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോ 2 തെങ്ങിന്റെ പൊക്കമുള്ളതാകുന്ന കട്ടൗട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് പള്ളിയുടെ മിനാരത്തിൽ കയറി ബാങ്ക് കൊടുക്കാനല്ല ഇവൻ കയറുന്നത്. 2 ആൾ പൊക്കമുള്ള 2 തെങ്ങിന്റെ പൊക്കമുള്ള കട്ടൗട്ടിന്റെ മുകളിൽ കയറിയിട്ട് 10 ബക്കറ്റ് പാലഭിഷേകം നടത്താൻ. സ്വന്തം വീട്ടിൽ ഉമ്മാക്ക് 1/2 ഗ്ലാസ് പാല് കൊടുക്കാത്തവൻ ഇതിന്റെ മുകളിൽ കയറി പാലഭിഷേകം നടത്തുന്നവന്റെ പേര് മുനീർ. ഉദാഹരണം പറയാട്ടോ. ഇനി മുനീർ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ ഇല്ല എന്നാവും നമ്മുടെ കൗമിൽപ്പെട്ടവന്. നമ്മുടെ കൗമിനോട് ഉപദേശം കേട്ടോ. വീണ്ടും എന്റെ നെഞ്ചത്ത് കയറരുത് പൊങ്കാല ഇടാൻ. ഞാൻ പറയുന്നത് ആരോടാണ്? അള്ളാഹും റസൂലിലും വിശ്വസിക്കുന്നതാകുന്ന ആളുകളോടാണ് ഈ പറയുന്നത്. നമ്മുടെ കൗമാണിമാരെല്ലാം പിന്നിൽ നിൽക്കുന്നത്. ഇവരുടെയൊക്കെ തനി സ്വരൂപം ഈ സമൂഹത്തോട് ഇപ്പോൾ വിളിച്ചു പറയാൻ ഇതാണ് ദീൻ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുക. യഥാർത്ഥ വസ്ത്രവിധാനം നടത്തണമെന്നും എങ്ങനെ ഒരു മുസൽമാൻ ജീവിക്കണമെന്നും ഏതെല്ലാം രീതിയിലാണ് അവന്റെ ജീവിത ശൈലിയെ കൊണ്ടുപോകേണ്ടതെന്നും എങ്ങനെയാണ് ഒരു സഹോദരി ഒരു സഹോദരനോട് അന്യ സഹോദരന്റെ മുന്നിൽ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ നൽകിയ ഒരേ ഒരു മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം സർവ്വജനീനമാണ്, സർവ്വകാലികമാണ്. ലോകത്ത് ഏതെല്ലാം കാലഘട്ടം കടന്നു വന്നാലും, ഏതെല്ലാം സമുദായം കടന്നു വന്നാലും, ഏതെല്ലാം ആദർശത്തിന്റെ വൈരികൾ കടന്നു വന്നാലും അവർക്ക് മുന്നിൽ തുറന്ന പുസ്തകമായി ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഈ മതം അത് ഇസ്ലാം മാത്രമാണ്. ഈ മതമേ സ്വീകാര്യമുള്ളൂ. ഈ മതം എന്നെന്ന് നിലനിൽക്കുമെന്നർത്ഥം. ഏത് കാലഘട്ടത്തിലും ആരൊക്കെ ദീനിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും. ഇവിടെ ഈ അടുത്തൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അറിയില്ലേ? ഉലമാക്കൾക്കെതിരെ ഉറഞ്ഞു തുള്ളിയവരില്ലേ? ലിബറലിസത്തിന്റെ വക്താക്കൾ, മുതലാളിത്ത വർഗങ്ങൾ പണം വല്ലാതെ കുമിഞ്ഞുകൂടുമ്പോ എന്തും വിളിച്ചു പറയാം, ആരെയും തേജോവധം ചെയ്യാം. പണം കൊണ്ട് ഏത് പാവപ്പെട്ടതാകുന്ന പെൺകുട്ടിയെയും വിലക്ക് വാങ്ങാം, അവന്റേതാകുന്ന മണിയറയിലേക്കും അവന്റെ വീടിന്റെ അകത്തളത്തിലേക്കും കൊണ്ടുവരാമെന്നുള്ള അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുക മാത്രമല്ല പ്രവർത്തിച്ചതാകുന്ന ആളുകൾക്കൊക്കെ ഇന്ന് തിരിച്ചടിയായിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ. പഠിച്ചു വെക്കണം ഈ സമുദായം.
നമ്മളും അത്തരത്തിലുള്ളതാകുന്ന ആളുകളൊപ്പം ചേർന്നുകൊണ്ട് പാവപ്പെട്ട ഉലമാക്കൾക്കെതിരെ കുതിര കയറിയവരില്ലേ, സയ്യിദന്മാർക്കെതിരെ തെറിയഭിഷേകം നടത്തിയവരില്ലേ, മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞവരില്ലേ. ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥമായ ദീൻ അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇസ്ലാം പറഞ്ഞ വസ്ത്രവിധാനം നടത്തിയതാകുന്ന മാധവിക്കുട്ടി എന്ന പേര് ഉള്ളതാകുന്ന സഹോദരി അവസാനം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതാകുന്ന കവയിത്രിയാകുന്ന പെണ്ണ് വാർദ്ധക്യമാകുന്ന കാലഘട്ടത്തിൽ കമലാസുര എന്ന പേര് സ്വീകരിച്ചിട്ട് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാനും എന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരി അനുരാധ നാലപ്പാട്ടും കൂടി ഞങ്ങൾ ഒരുമിച്ച് ചാല ടൗണിലൂടെ തിരുവനന്തപുരം ചാല മാർക്കറ്റിലൂടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളതാകുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലൂടെ ഞങ്ങളിതാ പർദ്ദ ധരിച്ചുകൊണ്ട് നടന്നപ്പോ ഞങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണമാണ്. ഞങ്ങൾ കവലയിലൂടെ നടക്കും, എങ്ങനെ പർദ്ദ ധരിച്ചിട്ട് നടക്കും, മുഖമക്കനേക്കിട്ട് നടക്കും, ഒരാൾ ഞങ്ങളിലേക്ക് നോക്കുന്നില്ല. ഞങ്ങൾ സാരി ഉടുത്തുകൊണ്ട് നടന്നാൽ ഞങ്ങൾ മറ്റേതെങ്കിലും വസ്ത്രം ഇട്ടുകൊണ്ട് മുഖകമലം കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക് അംഗലാവണ്യങ്ങളിലേക്ക് നോക്കിയിട്ട് കഴുക കണ്ണുകളോടുകൂടി ജനങ്ങൾ പെരുമാറുന്നത് പലപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിവരമില്ലാത്ത സ്ത്രീയല്ല, അറിവിന്റെ ആഴിയിലേക്ക് പോകുകയും വിജ്ഞാനം മറ്റുള്ളവർക്ക് കവിതയിലൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതാകുന്ന മാധവിക്കുട്ടി എന്ന പേരുള്ളതാകുന്ന സഹോദരി അവസാനം മുസ്ലിമത്തായി തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയുടേതാകുന്ന ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന സഹോദരി ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവർ വിളിച്ചു പറഞ്ഞ വർത്തമാനമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനും എന്റെ കൂട്ടുകാരി പർദ്ദ ധരിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഈ സമുദായത്തെ ഇപ്പോഴും മനസ്സിലാക്കാൻ നമ്മളിൽപ്പെട്ട പലരും തയ്യാറാകുന്നില്ല, വിമുഖത കാണിക്കുക. അതുകൊണ്ട് ദീൻ അനുസരിച്ച് മുന്നോട്ട് പോയിക്കോളി. യഥാർത്ഥമായ ദീൻ ഇത് മാത്രമാണ്. ഈ ദീനിൽ നിന്ന് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു എഴുത്ത് കൊണ്ടുണ്ടാകാൻ പാടില്ല, ഒരു വാക്ക് കൊണ്ടുണ്ടാകാൻ പാടില്ല, ഒരു എന്നുള്ള ഒരു തമ്പ് പോലും കൊടുത്തിട്ട് നീ മുർത്തത്താകാൻ പാടില്ല. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ പരിവർത്തനപ്പെടുത്തുകയില്ല, ഒരു സമുദായത്തെ ഇല്ലാതാക്കുകയില്ല. ഹത്താ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവർ സ്വയമായി അക്രമം ചെയ്തിട്ടല്ലാതെ, അവർ സ്വയമായി മോശത്തരം ചെയ്താലല്ലാതെ അല്ലാഹു ഒരു സമുദായത്തെ ഉന്മൂലനം ചെയ്യുകയില്ല. ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അല്ലാഹു ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരിൽ തന്നെ കുറ്റവാളികൾ ഉണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വസ്ത്രവിധാനമൊക്കെ ശരിയാക്കണം. സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയാൻ, ആവശ്യമില്ലാത്ത അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. ആവശ്യമുള്ളതാകുന്ന നല്ല നല്ല ദീനിയായ യാത്രകൾക്ക് മുൻഗണന കൊടുക്കിൻ. നിർബന്ധമായ ഹജ്ജ് ചെയ്തിട്ടില്ലേ, പോകിൻ. അള്ളാഹു അതിനുള്ള സാമ്പത്തിക ഭദ്രതയും ശാരീരികമാകുന്ന ഇഫ്ഫത്തും ആഫിയത്തും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ആവശ്യമില്ലാത്ത യാത്രകൾ, വെറുതെ സമ്പത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടി സിനിമ കാണാൻ പാർക്കിൽ പോയിരിക്കുന്നു, മാളിൽ പോയിരിക്കുന്നു, ആവശ്യമില്ലാത്തതാകുന്ന കൂത്തരങ്ങുകളിലേക്ക്, ഗാനമേള ട്രൂപ്പുകളിലേക്കൊക്കെ പോയി അടിച്ചും പൊളിച്ചും രസിച്ചും രമിച്ചും നിന്റെ സമ്പത്തിനെ നീ ഹറാമായ മേഖലകളിലേക്ക് ചെലവഴിക്കരുത്. നിന്റെ വസ്ത്രവിധാനം നീ ശ്രദ്ധിക്ക്. അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഈമാൻ അത് നഷ്ടപ്പെടുത്തി കളയാതെ മുന്നോട്ട് പോകും. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബി. എന്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ പലപ്പോഴും കടന്നു ചെല്ലാറുണ്ട്. ഫഅലഉ സൗബി. എന്റെ വസ്ത്രം ചിലപ്പോൾ നല്ലതുപോലെ ധരിച്ചിരുന്നില്ല, അഥവാ ചിലപ്പോൾ തല മറയ്ക്കാതെ ഞാൻ കയറി ചെല്ലും. ചിലപ്പോൾ എന്റെ കണങ്കാല് മറച്ചിട്ടില്ല, ചിലപ്പോൾ എന്റെ മുൻകൈ മറച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഫഅഖൂലു ഫീ നഫ്സി. ഞാൻ എന്റെ മനസ്സിൽ തന്നെ പറയും, ഇന്നമാ ഹുവ സൗജി വ അബി.
ഈ കിടക്കുന്നത് ഒന്നെന്റെ ഭർത്താവാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഭർത്താവാണ്. വബി മറ്റൊന്ന് എന്റേത് വാപ്പയാണ്. അവരുടെ മുന്നിൽ തലമറയ്ക്കാത്തത് കൊണ്ട് പ്രശ്നമല്ല, എന്റെ മുൻകൈ മറയ്ക്കാത്തത് കൊണ്ട് വിഷയമില്ല, എന്റെ കണങ്കാല് വെളിവായത് കൊണ്ട് പ്രശ്നമല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് തന്നെ അവരുടെ വഫാത്തിന് ശേഷം അവരുടെ ഖബറിന്റെ സമീപത്തൂടി ഞാൻ നടക്കും. കാരണം എന്താ, അത് എന്റെ വീട് കൂടിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ശരീഫിലാണ്, വീട്ടിലാണ് ആര് അന്ത്യവിശ്രമം ചെയ്യുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട പിതാവായ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കേൾക്കണേ, നിർത്താണ് തങ്ങൾക്ക് അവസരം ഒഴിഞ്ഞു കൊടുക്കാം. ലാസ്റ്റ് ഭാഗം കേട്ടോ. فلما دفن عمر معهم കിസ്റയുടെയും കൈസറുടെയും കോട്ടകത്തകങ്ങളെ കിടുകട വിറപ്പിച്ചതായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ചാരത്തേക്ക് കൊണ്ടുവന്നടക്കിയതിന് ശേഷം എനിക്ക് അന്യനായ ഉമർ സ്വഹാബിയാണ്, രണ്ടാം ഖലീഫയാണ്. അബൂ ലുഅലുഅത്തിന്റെ കുത്തേറ്റ് കൊണ്ട് സുഖമില്ലാതെ കിടക്കുന്നതായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ പറഞ്ഞു വിടുകയാണ്. ആയിഷ, ഈ പാവപ്പെട്ട ഉമറിന്റെ ആഗ്രഹം നിർവഹിച്ചു തരുമോ ആയിഷ? എനിക്കെന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരോടൊപ്പം അന്തിയുറങ്ങാനുള്ള താല്പര്യമാണ്. ആയിഷ സമ്മതിച്ചാൽ എന്നെ അവിടെ കടക്കണേ പ്രിയപ്പെട്ട മക്കളെ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ വറക്കത്തിൽ അടക്കണേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പൊന്നുമക്കള് ഓടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായ മഖാമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തുപോയി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് അടക്കുകയാണ്. എവിടെയാണ് അടക്കിയത്? എന്റെ സ്വന്തം വീട്ടിലാണ്. എന്റെ ഭർത്താവ് അടുത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ചാരത്തേക്ക് അടക്കിയതിന് ശേഷം ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ അല്ലാഹുവിനെ തന്നെ സത്യം, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ദഖൽതു അലൈഹിം ഇല്ലാ വഅന മസ്തൂദതൻ അലയ്യ സിയാബി. എന്റെ ശരീരം മുഴുവനും പരിപൂർണമായി കരിമ്പുടം കൊണ്ട് മറച്ചിട്ടല്ലാതെ ഞാൻ പിന്നീട് പോയിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പിന്നെ ഞാൻ വീട്ടിലേക്ക് സിയാറത്തിന് പോകുമ്പോഴൊക്കെ എങ്ങനെയാ പോവുക? ഫവല്ലാഹി മാ അന മസ്ദൂദത്തുൻ അലയ്യ സിയാബി ഇല്ലാ വഅന മസ്ദൂദത്തുൻ അലയ്യ സിയാബി. ശരീരം കൊണ്ട് പൂർണ്ണമായി മൂടിപ്പൊതച്ചിട്ടാണ് പോവുക. എന്തുകൊണ്ട്? ഹയാഅൻ മിൻ ഉമറ എന്ന് എന്റെ വായിന്ന് വീഴുന്നതല്ല, ഹദീസാണ് ഇതൊക്കെ. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ച് പറയല്ല. ഹയാഅൻ മിൻ ഉമറ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ലജ്ജ വെച്ചിട്ട്. ഇത് കടക്കുന്നത് രണ്ടാം ഖലീഫയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ചെലുത്തിയതാകുന്ന വ്യക്തിത്വമാണ്. ഈ മനുഷ്യൻ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അതിന്റെ മറുതലക്കിൽ നിന്ന് പിശാച് അദ്ദേഹത്തെ കണ്ടാൽ പിശാച് ആ വഴിയിലൂടെ തിരിച്ചോടുമെന്ന് പ്രവാചകർ വരെ പറഞ്ഞ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നടക്കിയതിനു ശേഷം സ്വഹാബിയാണ്, കാര്യം ശരിയാണ്, പക്ഷേ എനിക്ക് അന്യനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോ എന്റെ ശരീരം മുഴുവനും ഓടിപ്പതച്ചിട്ടാണ് പിന്നീട് സിയാറത്തിന് പോന്നിരുന്നത് എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. സ്നേഹത്തോടുകൂടി കുമ്മനവസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇരിക്കുന്ന സയ്യിദന്മാരെ ഉലമാക്കളെ സാക്ഷി നിർത്തി പറയട്ടെ, നമ്മുടെ സിയാറത്തുകൾ സംശുദ്ധമാകണം, പരിപൂർണമായി
സമ്പൂർണമായ ഔറത്ത് മറച്ചുകൊണ്ടാകണേ. പരസ്ത്രീകളുമായിട്ട് പരപുരുഷന്മാരുടെ കൂടിക്കലർന്നുകൊണ്ടുള്ള സിയാറത്ത് യാത്ര, അത്തരത്തിലുള്ളതാകുന്ന കൂടിക്കാഴ്ചകൾ ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇത് ഇന്ന് പറയുന്ന പ്രസ്താവനയല്ല. ഇത് 1400 വർഷം മുമ്പ് പ്രവാചകർ പഠിപ്പിച്ചതാണ്, സഹാബത്ത് വ്യക്തമാക്കിയതാണ്, താബീകൾ താബീകൾ ഇമ്മത്തുകൾ കോറിയിട്ട വചനങ്ങളാണ്. അതുകൊണ്ട് അന്യരാകുന്ന പരസ്ത്രീകളുമായിട്ടുള്ള സംസാരങ്ങൾ, അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അവരുമായി കൂടിക്കലർന്നുകൊണ്ടുള്ള വർത്തമാനങ്ങൾ, അന്യരാകുന്ന പരപുരുഷന്റെ മുന്നിൽ നഗ്നത മറയ്ക്കാതെയുള്ളതാകുന്ന നൃത്തങ്ങൾ, പെങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മരണപ്പെട്ട ഖബറിൽ കിടക്കുന്നതായ ഉമർ റളിയല്ലാഹുവിന്റെ മുന്നിൽ പോലും ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറച്ചു പിടിച്ചുകൊണ്ട് വന്നതായ മകളെയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയല്ലേ, സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമല്ലേ, അവരിലേക്കല്ലേ പെങ്ങളെ നമുക്ക് പോകേണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ ചിരട്ടക്കുന്നിൽ ഹുജറത്ത് ഷരീഫിൻ്റെതാകുന്ന പരിസരത്ത് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണേ, പരലോകത്തെ കരുതിക്കൊണ്ട് ജീവിക്കണേ. അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഈമാൻ ചെറിയതാകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയല്ല. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹ് നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാം. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് നൽകിയിരിക്കുന്ന ചെറിയ പ്രകാശത്തിന്റെ ശൂന്യമയാണ് ഈ ഈമാൻ. നഷ്ടപ്പെടുത്താൻ പാടില്ല.